ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വഖസ്സു ശാരിബി, മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ മീശ വെട്ടി നിർത്തലാണ്. അവിടെ നമ്മളെല്ലാവരും പെട്ടുപോയിട്ടുണ്ട്, മിക്ക പുരുഷന്മാരും. ഇപ്പൊ ചിലരൊക്കെ ഇങ്ങനെ കൈകൊണ്ട് മറക്കുക, അങ്ങനെ നമ്മൾ നോക്കുന്നുണ്ടോ ഏതാ മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ മീശ വെട്ടി നിർത്തണം. സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. മിക്ക ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല, വളരെ കുറഞ്ഞ ആൾക്കാരാണ് ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരുത്തം മീശ വടിച്ചു നടക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചോ പറഞ്ഞു മോഹൻലാൽ വടിച്ചു, അതുകൊണ്ട് വടിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വടിക്കും, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വളർത്തി ഇങ്ങനെ ഇടും, ഇഷ്ടം പോലെ. അതാണ് സംഭവം. സിനിമാ നടന്മാർ താടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താടി വെക്കും, അവര് പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ പഠിക്കും. മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ്, താഴത്തെ ചുണ്ടിന്റെ ചുവപ്പാണ് മിക്കവാറും കാണുന്നത്. അതാണ് ഈ പറയുന്നത്. ഏതാ ചുവപ്പ് കാണേണ്ടത്? മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ മീശ വെട്ടി നിർത്തണം. ഇത് ലോക സുന്ദരനായ മുത്തുനബിയുടെ ചര്യയാണ്. ആരുടെ ചര്യ? ലോകസുന്ദരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ, ആ പ്രവാചകരുടെ ചര്യയാണത്. ഏറ്റവും ലോകത്ത് കാണാൻ അത്യുത്തമനാരാ, സുന്ദരനാരാ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ആ നബി തങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. നമ്മളോട് ഒരു പക്ഷേ ഭാര്യ പറയും, നിങ്ങളാ മീശയൊക്കെ കൊമ്പം മീശയൊക്കെ നല്ല റാഹത്തായിട്ട് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് മിച്ചം വരും കടയിൽ നിന്ന്, അപ്പൊ എനിക്ക് വീട്ടിൽ കൊണ്ട് തരാൻ പറ്റും എന്നൊക്കെ പെണ്ണുങ്ങൾ പറയും. അത് നമ്മൾ കേൾക്കണ്ട. പെണ്ണുങ്ങൾ പലതും പറയും. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഹാജറ ബീവി ചോദിച്ചു, ഏതേ തലമുടി നരയ്ക്കുന്നു, നിങ്ങളുടെ തലമുടി നരച്ചിട്ടുണ്ടല്ലോ എന്ന് ഒരൊറ്റ തലമുടി നരച്ചപ്പോ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഒരൊറ്റ തലമുടി നരച്ചപ്പോ. അങ്ങനെയാണ് സ്ത്രീകൾക്ക് അങ്ങനെ അബൗണ്ടിക്ക വേഗം കറുപ്പിക്കുക എന്ന് പറയും. നമ്മളാ പരിപാടിക്ക് നിൽക്കണ്ട. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കറുപ്പിക്കുന്ന പരിപാടി ഇസ്ലാമിൽപ്പെട്ടതല്ല. ചെയ്യുന്ന ആളുകളുണ്ട്. നര വന്നാൽ എന്താണ് നര? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറ ബീവി നര കണ്ടപ്പോൾ വല്ലാത്ത നരയാണല്ലോ എന്ന് അദ്ദേഹത്തോട് തമാശ രൂപേണ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, മാഹാദാ യാ അല്ലാഹ്, അല്ലാഹുവേ ഇതെന്താണ് റബ്ബേ? ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു അത്രേ, ഹാദിഹി വഖാർ, ഇത് ഗാംഭീര്യത്തിന്റെ അടയാളമാണ് ഇബ്രാഹിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറയുകയാണ്. ഇത് ഗാംഭീര്യത്തിന്റെ അടയാളമാണ്. നമ്മുടെ വാപ്പയുടെ തലമുടി നരച്ചത് കണ്ടില്ലയോ? താടിരോമങ്ങൾ നരച്ചത് കണ്ടില്ലയോ? അത് കണ്ടുകൊണ്ട് ഉപ്പയെ കളിയാക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കളിയാക്കാൻ നിൽക്കരുതേ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കളിയാക്കാൻ നിൽക്കരുതേ. ഹാദിഹി വഖാർ, ഇത് ഗാംഭീര്യത്തിന്റെ സൂചനയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സിദ്നി വഖാറാ, അല്ലാഹുവേ എനിക്ക് ഈ ഗാംഭീര്യത്തെ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ തന്റെ താടിരോമങ്ങൾ, തലയിലെ രോമകൂപങ്ങൾ മുഴുവനും നരയ്ക്കുകയാണ്. ഒരു രോമം വന്നപ്പോഴാണ് കളിയാക്കിയിട്ട് പറഞ്ഞു വിട്ടത്. തിരിച്ചു വന്നപ്പോൾ ഉണ്ട് ആളുടെ കോലം തന്നെ മാറി. ഇതാരാണ്? നമ്മളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. മുഴുവൻ നരച്ചിട്ടുണ്ട്. സംഭവമില്ല. എന്താ സംഭവം? അള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുമ്മ സിദ്നി വഖാറാ, ഗാംഭീര്യമാണെന്ന് പറഞ്ഞപ്പോ ആ ഗാംഭീര്യം എനിക്ക് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഒരൊറ്റ ദുആ. അപ്പൊ തന്നെ അള്ളാഹു കൊണ്ട് മുഴുവനും നരപ്പിച്ചു. നമ്മുടെ പെണ്ണുങ്ങളെ നരച്ച് എവിടെയാ ഒരു ഫോട്ടോ എടുത്ത് മൊബൈലിൽ ഒരു സെൽഫി എടുത്താലും മതി. എന്നിട്ട് നമ്മൾ അതുമായിട്ട് ബാത്റൂമിൽ പോയി എന്നിട്ട് വേഗം തന്നെ കറുപ്പിക്കുക. നീ
നിൽക്കണ്ട, അതിന് നിൽക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയതാകുന്ന ഒരു വഖാരിയത്ത് നീ എന്തിനെടുത്ത് കളയണം? നിന്റെ ഭാര്യയാണോ പരിശുദ്ധ ദീൻ പഠിച്ചിട്ടുള്ളത്, അതോ പ്രവാചകരാണോ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലമുടി രോമങ്ങൾ 19 നരച്ചു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. 19 രോമങ്ങൾ ആരുടെ നരച്ച്? ലോകത്തിലെ ഏറ്റവും വലിയ അതിസുന്ദരൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. ചിന്തിക്കണം, മനസ്സിലായിക്കോ? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചെന്നാൽ ശിബത്തെ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ തങ്ങൾ നരച്ചിട്ടുണ്ടല്ലോ, തങ്ങൾ നരച്ചല്ലോ. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അതിന് മറുപടിയായി പറയുകയാണ്, ശയ്യബത്തിനി ഹൂദുൻ വഅഖവാതുഹു. എന്റെ പ്രിയപ്പെട്ട അബൂബക്കറേ, എന്നെ നരപ്പിച്ചത് ഹൂദ് എന്ന സൂറത്താണ്, അതിന്റെ സഹോദരങ്ങളാണ്. അഥവാ പരിശുദ്ധമാക്കപ്പെട്ടതായ ഈ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിക വചനങ്ങളിലൂടെ ലോകാവസാനത്തിന്റെ ഭീതികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂക്തങ്ങളാണ്. ഹൂദ് എന്ന സൂറത്തിൽ അല്ലാഹു പറഞ്ഞു, ഖിയാമത്ത് എന്ന സൂറത്തിൽ അല്ലാഹു പറഞ്ഞു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൂദ് എന്ന സൂറത്തിലൂടെ പ്രവാചകർക്ക് ഒരു നിർദ്ദേശം നൽകുകയാണ്, ഫസ്തഖിം കമാ അമർത. തങ്ങളോട് കൽപ്പിച്ചതിന് പ്രകാരം നിലകൊള്ളണേ. ജീവിതത്തിൽ ഒരവോളം പോലും ഹറാമ് ചിന്തിക്കുകയോ ഹറാമ് പ്രവർത്തിക്കുകയോ ഒരു കറാഹത്ത് പോലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത പ്രവാചകരോട് പടച്ചറപ്പിന്റെ കൽപ്പനയാണ്, ഫസ്തഖിം കമാ അമർത. തങ്ങളോട് കൽപ്പിച്ചതിന് പ്രകാരം നിലകൊള്ളണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ 5 വഖത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിലനിർത്തുന്ന, അത് തന്നെ ജമാഅത്തുകൾ ശ്രദ്ധിക്കുന്ന, അത് തന്നെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ സ്ഥാനം പിടിക്കുന്ന, ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് പള്ളിയുടെ 1ാമത്തെ സഫിലേക്ക് എത്താൻ താല്പര്യപൂർവ്വം നേരത്തെ പള്ളിയിലേക്ക് എത്തുന്ന, റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിക്കുന്ന, നമസ്കാരങ്ങൾക്ക് ശ്രദ്ധ പതിപ്പിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വർത്തമാനം പറഞ്ഞപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ വാക്കിൻ്റെതാകുന്ന ഭയാനകത ഓർത്തിട്ട് ഞാൻ പേടിച്ച് എന്റെ തലമുടി നരച്ചു പോയി അബൂബക്കർ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമ്മൾ നരയ്ക്കുന്നത് എന്താ? അടച്ചവനെ പ്രളയം വന്ന് കച്ചവടമൊന്നുമില്ല, ഇനിയിപ്പോ ഈ ഓറഞ്ചൊക്കെ ഇവിടെ കൊണ്ട് കച്ചവടം ചെയ്യും. നമ്മുടെ ചിന്ത ദുന്യാവാണ്, മറ്റതല്ല. ആഖിറത്ത് ഓർത്തിട്ട് അല്ലാഹുവേ, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, സർവ്വ സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്, പാവങ്ങളുടെ കണ്ണീരൊപ്പി 24 മണിക്കൂറും നിന്റെ ഫിക്റിലായി, നിന്റെ ചിന്തയിലായി നടന്നിട്ട് പോലും ഞാൻ പറയുന്നത് പോലെ കൽപ്പിക്കുന്നത് പോലെ നിലകൊള്ളണേ എന്ന് നീ എന്നോട് പറയുമ്പോ നരയ്ക്കാതിരിക്കാൻ കഴിയുമോ? പേടിച്ചുപോയി സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത പ്രവാചകൻ, ആ കറാഹത്ത് ചെയ്യാൻ പോലും ചിന്തിക്കാത്ത, എപ്പോഴും അല്ലാഹ് എന്ന ഫിക്റിലായി കഴിഞ്ഞുകൂടിയ പ്രവാചകരോട് പറഞ്ഞു, ഫസ്തഖിം കമാ ഉമിർത, ഞാൻ കൽപ്പിച്ചതിൻ പ്രകാരം നിലകൊള്ളണം കേട്ടോ എന്ന് അല്ലാഹു താക്കീദിന്റെ സ്വരത്തിൽ പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങാനായില്ല. അതിങ്ങനെ ചിന്തിച്ച് ലോകാവസാനത്തെ കുറിച്ച് ചിന്തിച്ച് ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലമുടികൾ നരച്ചിരുന്നു എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ചിന്തിച്ചു നോക്ക്. അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിട്ട്. ഞാൻ നബിതങ്ങളെ പറഞ്ഞ ലോകത്ത് ഏറ്റവും വലിയ സുന്ദരൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു രോമം നരച്ചപ്പോ ഭാര്യ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പറഞ്ഞപ്പോ അള്ളാഹയോട് ചോദിച്ചു, പടച്ചവൻ ഇതെന്താ പരിപാടി? ഇന്നുവരെ കാണാത്തൊരു സംഭവമാണല്ലോ, എന്റെ എല്ലാ രോമങ്ങളും കറുത്തിരുന്നതാണല്ലോ, ഇതെന്താ? അപ്പൊ പറഞ്ഞു, ഇത് വഖാറാണ്, ഇത് ഗാംഭീര്യമാണ്. വഖാർ യൂനിസ് പഴയൊരു പാകിസ്ഥാൻ കളിക്കാരനാണ് അല്ലേ? വഖാർ എന്ന് പറയുന്നത് ഗാംഭീര്യം. ഇത് ഗാംഭീര്യമാണ്. അപ്പൊ ദുആ ചെയ്തു, അല്ലാഹുമ്മ സിദ്നി വഖാറ, അല്ലാഹുവേ എനിക്ക് ഗാംഭീര്യത്തെ വർദ്ധിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തു. ഉടനെ തന്നെ അല്ലാഹു ഉത്തരം നൽകി. തലയിലെ രോമങ്ങളും താടി രോമങ്ങളും മുഴുവനും നരപ്പിച്ചു കളഞ്ഞു. ചിന്തിക്കണം, അദ്ദേഹം കറുപ്പിക്കാൻ പോയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറുപ്പിക്കാൻ പോയില്ല. പിന്നെ ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ നരയ്ക്കുന്നുണ്ട്. എന്താ ഉസ്താദ കാട്ടുക, എന്താ ചെയ്യുക? കൊച്ചു കുട്ടികൾ ഇപ്പൊ നരയ്ക്കുന്നുണ്ടല്ലോ, തലമുടി നരയ്ക്കുന്നുണ്ട്.
നല്ല ഡോക്ടറെ കാണിച്ചാൽ അവരെന്ത് ചെയ്യും? ചിലപ്പോൾ എന്ത് ചെയ്യും? നല്ല ആയുർവേദമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും എണ്ണ തരും, ചിലപ്പോൾ അത് തേച്ചാൽ സുഖമാവും. ചിലർക്ക് ടെൻഷനാണ്, ചെറുപ്പം തന്നെ പെണ്ണ് കെട്ടണമെന്നുള്ള ചിന്താഗതിയാണ്, അപ്പോൾ ചിലപ്പോൾ തലമുടി നരയ്ക്കും. മനസ്സിലായില്ലേ? പ്രായത്തൊന്നിനും പല ചിന്താഗതി കൊണ്ട് തല നരയ്ക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അതുമായുള്ള വഴി നോക്കണം. ഇനി ഇതൊന്നും അല്ല എങ്കിൽ അവന് വേണമെങ്കിൽ മൈലാഞ്ചി കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ചോപ്പിക്കാൻ പറ്റും, മൈലാഞ്ചി ഇടാൻ പറ്റും. അതാണ് ശറയിൽ ആകെ അനുവദനീയം. അത് പ്രായമുള്ളവർക്കും പറ്റും. നല്ല പ്രായമുള്ള ആൾക്ക് അയാൾക്ക് ഇപ്പൊ ഇത് കാണണ്ട, ഓ ഇപ്പൊ പെണ്ണുമ്പളുടെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കും, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആകെ വിഷയമാണല്ലോ, ഓൾ എൻ്റെ അടുത്തോട്ട് വരുത്തില്ല എന്നൊക്കെ അവനെ കൊണ്ടെങ്കിൽ ആയിക്കോട്ടെ, അവൾ എപ്പോഴും കളിയാക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? മൈലാഞ്ചി ഇട്ടോ, മൈലാഞ്ചി ഇട്ട് ചോപ്പിച്ചോ. കറുപ്പിക്കുന്ന പരിപാടിക്ക് നീ നിൽക്കണ്ട, അത് പാടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് ഷാഫി മദ്ഹബ്. ഷാഫി മദ്ഹബിലെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ മദ്ഹബ് അതാണ്. അള്ളാഹു ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, ആ മില്ലത്തനുസരിച്ച് നമ്മൾ ജീവിക്കണം. ആ മില്ലത്തനുസരിച്ച് ജീവിക്കണം. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് എന്താണ്? മില്ലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഇൽബസൂ ലിബാസ ഇസ്മാഈൽ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസ്ത്രം നിങ്ങൾ ധരിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മക്കൾക്ക് നിങ്ങൾ പഠിപ്പിക്കേണ്ടതും ധരിപ്പിക്കേണ്ടതും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസ്ത്രവിധാനമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അതെങ്ങനെയാണ് ഉസ്താദേ? ഔറത്ത് വെളിവാക്കാത്ത വസ്ത്രവിധാനം. അതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? പുരുഷന്മാരുടെ തന്നെ പൊട്ടുപൊക്കൽ ഉൾപ്പെടെ മറച്ചിരിക്കണമെന്നാണ്. പൊട്ടുപൊക്കൽ ഉൾപ്പെടെ മറച്ചിരിക്കണം. ഇന്നും പലരും അത് ശ്രദ്ധിക്കുന്നില്ല. ഇന്നും പലരും അശ്രദ്ധരാണ് ആ വിഷയത്തിൽ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമസ്കരിക്കാൻ വരുന്നു എത്രയോ ചെറുപ്പക്കാരെ, എത്രയോ സഹോദരങ്ങൾ അവരുടെ വസ്ത്രം അഴിച്ചിട്ട നിലയിലാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ പൊക്കിളിന്റെ താഴ്ഭാഗത്തായിട്ട് അവർ 3/4 അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന വസ്ത്രം ധരിച്ച് ചെറിയ ചെറിയ പാൻറ് ധരിച്ചുകൊണ്ട് കടന്നു വരുന്നു പള്ളിയിൽ നിസ്കരിക്കാൻ. സുജൂദ് ചെയ്യുന്ന സമയത്ത് അവന്റെ കാലിന്റെ അടിയിലൂടെ തൊടഭാഗം വെളിവാകുമെങ്കിൽ നമസ്കാരം ശരിയാവുകയില്ല. നമസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് ഔറത്ത് മറയ്ക്കുക എന്നുള്ള കാര്യം. വളരെ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ നഗ്നത മറയ്ക്കുക. ഔറത്ത് എന്ന് പറഞ്ഞാൽ നഗ്നത മറയ്ക്കുക. പുരുഷന്റെ നഗ്നത എവിടെ മുതൽ എവിടം വരെ? മുട്ടുപൊക്കൾ ഉൾപ്പെടെ മറച്ചിരിക്കണമെന്നാണ്. 3/4 ഒക്കെ ഇട്ടുകൊണ്ട് ചിലർ ഇറക്കമില്ലാത്ത സാധനം ഇട്ടുകൊണ്ട് വരും. സുജൂദിൽ കിടക്കുന്ന സമയത്ത് എന്താകും? കാലിന്റെ അടിഭാഗത്തൂടെ തൊടഭാഗം വെളിവാകും. എങ്കിൽ നമസ്കാരം സാധൂകരിക്കപ്പെടൂല. ശ്രദ്ധിക്കണം. പലരും അശ്രദ്ധരാണ്. അതിൽ അറിയില്ലവർക്ക് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. ചിലര് താഴോട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ട് ഇറക്കിയിടും. കാരണം ഷർട്ടിന് ഇച്ചിരി ഇറക്കമുണ്ടല്ലോ എന്ന് കരുതി. പക്ഷെ സുജൂദിൽ പോകുന്ന അല്ലെങ്കിൽ റുക്കുയിൽ പോകുന്ന സമയത്ത് ഇവന്റെ പിൻഭാഗം വെളിവാകുന്നുണ്ട്. ഔറത്ത് അപ്പോഴും വെളിവാകുന്നുണ്ട്. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നെര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചഴിച്ചുകൊണ്ട് നടക്കരുത് എന്ന് പറയാത്ത ഒരു മിമ്പറുമില്ല. സത്യത്തിൽ എല്ലാ പള്ളികളിലും പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാം അത് തെറ്റാണെന്നും, എന്നാലും വലിച്ചഴിച്ച് നടക്കും. നമുക്കിടയിൽ എത്ര ആളുകളുണ്ട്? നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എത്രയോ ആളുകളുണ്ട്. അവരുടുത്തിരിക്കുന്ന മുണ്ടുകൾ പരിശോധിച്ചാൽ നെര്യാണിക്ക് താഴോട്ട് അവർ ഇറക്കി കൊടുക്കും. അതൊരു ഫാഷൻ യുഗമായി നടക്കാം. ഇനി ഏതെങ്കിലും ഒരു സിനിമാ നടൻ വരണം, മുട്ടിന് മുകളിലോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മുട്ടിന് തൊട്ട് താഴെ വെച്ച് ഉടുക്കുന്ന രീതിയിൽ ഒരു സിനിമാ നടൻ ഒരു സിനിമയിൽ വന്നെങ്കിൽ മാത്രമേ അത് നമ്മുടെ സമുദായത്തിൽ വരുള്ളൂ. ആ രീതിയിലായി മാറി. വെറുതെ പറയല്ല, നിങ്ങൾ പുറത്തിറങ്ങി മുണ്ട് ധരിക്കുന്നവരെ ഒന്ന് നോക്ക്. സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ ഒന്ന് പരിശോധിക്കും. നമ്മുടെ പ്രായപൂർത്തി എത്തിയ മക്കളെ ഒന്ന് പരിശോധിക്ക്. നെര്യാണിക്ക് താഴെ വലിച്ചഴച്ചുകൊണ്ട് നടക്കുന്നതിൽ അവർ ഫാഷൻ യുഗമായി കണ്ടെത്തിയിരിക്കുകയാണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം വലഹും അദാബുൻ അലീം.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തെ സ്വഹാബത്തെ, മൂന്ന് കൂട്ടരുണ്ട് സഹാബ, മൂന്ന് വിഭാഗം ആളുകളുണ്ട്. ലാ യുകല്ലിഹുമുല്ലാഹു യൗമൽ ഖിയാമ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തുമ്പോ കത്തിയാൾ നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കുകയില്ലത്രേ. വലാ യൻദുറു ഇലൈഹിം, അവരെ അല്ലാഹു കരുണയുടെ നോട്ടം നോക്കുകയുമില്ലത്രേ. വലാ യുസക്കീഹിം, അവരെ അല്ലാഹു പരിശുദ്ധിപ്പെടുത്തുകയില്ല, അവരെ അല്ലാഹു മൈൻഡ് ചെയ്യുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ്, അവർക്ക് ഭയങ്കര ശിക്ഷയാണ്. സാബ, ആരാണ് പറയുന്നത്? സാബത്തെ, ആരാണ് സാബത്തിനോട് പറയുന്നത്? പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ, മദീനയിലെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്ന് കൂട്ടർ പ്രയാസമാണ്, പ്രയാസമാണ്. ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, പുറക്കാടുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ഇവിടെ അടങ്ങിയിരിക്കുന്ന സയ്യിദവറുകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കുമ്മനം ഉസ്താദ് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, മൂന്ന് കൂട്ടർ ഇടങ്ങേറിലാണ്, മൂന്ന് കൂട്ടർ നാളെ മഹ്ശറിൽ പ്രയാസപ്പെടുകയാണ്. എന്താണ് സഹോദര മഹ്ശറ? എന്താണ് സഹോദരി മഹ്ശറ? ഒരാൾ പോലും തുണയുണ്ടാവുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് തുണയില്ലാത്ത സ്ഥലമാണ് മഹ്ശറ. ഈ ദുനിയാവിൽ നിനക്ക് കള്ള് വാങ്ങിച്ചു തന്നവൻ ബീവറേജിൽ നിനക്ക് പോകാൻ കഴിയാതെ കാലിന് സുഖമില്ലാതെ നീ കിടക്കുമ്പോ നിന്നെ കിടക്കയുടെ ചാരത്തേക്ക് ബീവറേജിന്റെ മുന്നിൽ 3-4 മണിക്കൂർ ക്യൂ നിന്നിട്ടാണെങ്കിലും കുപ്പി കൊണ്ടുവന്ന് തന്നവനില്ലയോ? നിന്നെ കുടിപ്പിച്ചവനില്ലയോ? സിഗരറ്റ് വാങ്ങിച്ചു തന്നവനില്ലയോ? തിയേറ്ററിൽ കൊണ്ടുപോയവനില്ലയോ? സിനിമാ പാട്ടുകൾ കേൾപ്പിച്ചവനില്ലയോ? രാഗം പാടി തന്നവനില്ലയോ? സീരിയലുകളുടെ ലോകത്തേക്ക് പെങ്ങളെ നിന്നെ കൊണ്ടുപോയവരില്ലയോ? ഒരാൾ പോലും നിനക്ക് തുണയില്ല. ഈ ദുനിയാവിൽ നീ കേസിലകപ്പെട്ടപ്പോ നിന്നെ സഹായിച്ചവരുണ്ടാകും, നിന്നെ രക്ഷിച്ചവരുണ്ടാകും, നിന്നെ ഇറക്കാൻ തുനിഞ്ഞവരുണ്ടാകും, നിനക്ക് ആൾ ജാമ്യം നിന്നവരുണ്ടാകും, സമ്പത്ത് കൊണ്ട് ജാമ്യം നിന്നവരുണ്ടാകും. ഒരാൾ പോലും നിന്നെ രക്ഷിക്കുകയില്ല, ഒരൊറ്റ വ്യക്തി പോലും നിനക്ക് തുണയില്ലാത്തതാണ് മഹ്ശറ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ. ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിക്കൂ മനുഷ്യ, പഠിക്കൂ മനുഷ്യ, ജീവിതത്തിൽ ഉൾക്കൊള്ളൂ മനുഷ്യ, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൂ മനുഷ്യ, കള്ളിനെ വലിച്ചെറിയൂ മനുഷ്യ, സിനിമകളെ ഉപേക്ഷിക്കൂ മനുഷ്യ, സീരിയലിന്റെ ലോകത്ത് നിന്ന് വിട പറയൂ പെങ്ങളെ, ദീനിലേക്ക് കടന്നു വരൂ. കാരണം ലോകാവസാനം ഒരു ചെറിയ വിഷയമല്ല. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന മനുഷ്യൻ ഖബർ കഴിഞ്ഞ നാളെ മഹ്ശറയിലേക്ക് തെളിക്കപ്പെടുന്നത് രംഗം ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. ഈ ദുനിയാവിൽ തന്നെ ഒരു ചെറിയ പ്രളയം പടച്ച റബ്ബ് നൽകിയപ്പോ വാപ്പയെ നോക്കുന്നില്ല, അവൻ ഓമനിച്ച് വളർത്തിയവന്റെ പൂച്ചയെ നോക്കുന്നില്ല, അവൻ ഓമനിച്ച് വളർത്തിയവന്റെ മൃഗങ്ങളെ വളർത്തു മൃഗങ്ങളെ നോക്കുന്നില്ല. യജമാനന് എപ്പോഴും കാവലായി നിന്നവന്റെ നായെ നോക്കാനും മനുഷ്യ നിനക്ക് സമയം കിട്ടിയിട്ടില്ല. കേരളത്തിലെ മനുഷ്യ മക്കളെ പഠിച്ചു വെക്കണേ.
പഠിച്ചു വെക്കണേ. ഇതാണ് ഈ ദുനിയാവിന് നിനക്ക് സംഭവിച്ചതെങ്കിൽ ആഖിറം ഇതിനേക്കാൾ ഭയാനകമാണ്. കാരണം ഈ ലോകത്തെ സൃഷ്ടിച്ച, ഈ കാണുന്ന സർവചരാചരങ്ങളെ സൃഷ്ടിച്ച, ഈ പ്രളയക്കെടുതികളെ സൃഷ്ടിച്ച, ഈ പ്രളയക്കെടുതികൾ നാശം വിതച്ചതായ പടച്ചറപ്പുണ്ടല്ലോ, ജഗന്നിയന്താവുണ്ടല്ലോ, പരിപാലകനുണ്ടല്ലോ, സർവേശ്വരനുണ്ടല്ലോ, സർവാധിപതിയുണ്ടല്ലോ, സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവുണ്ടല്ലോ. ആ പടച്ചറപ്പിന്റെ അതിശാശക്തിയിലുള്ള ബഹ്ശറയിൽ നിനക്ക് രക്ഷയില്ല പൊന്നമോനെ. ആ പടച്ചറപ്പിന്റെ കരുണയല്ലാതെ നിനക്ക് തുണയില്ല പൊന്നമോനെ. അന്ന് രക്ഷപ്പെടാത്ത വിഭാഗം മൂന്ന് കൂട്ടരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവിടെ മാതാപിതാക്കളെ നോക്കാൻ മക്കൾക്ക് സമയമില്ല, അവിടെ മക്കളെ നോക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. സ്വന്തം സഹോദരനെ നോക്കാൻ സമയമില്ല, സ്വന്തം സഹോദരിയാണ് നോക്കാൻ സമയമില്ല. എല്ലാവരും ഓടുകയാണ്. നഫ്സി നഫ്സി, എന്റെ ശരീരമേ, അവനവന്റെ ആത്മാവിനെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിന്റെ തിരക്കിലാണ് മനുഷ്യ നീയെങ്കിൽ നീ ചിന്തിക്കണേ. അവിടെ നിന്നെ രക്ഷപ്പെടുത്താൻ പടച്ച റബ്ബല്ലാതെ ഇല്ല, റബ്ബിന്റെ കരുണയല്ലാതെ ഇല്ല. അവിടെയുള്ള ആളുകൾക്ക് മൂന്ന് കൂട്ടർക്ക് യാതൊരു രക്ഷയുമില്ല. അവരിലേക്ക് അല്ലാഹു കരുണയുടെ നോട്ടം നോക്കൂല. വലാ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ പടച്ചറപ്പ് അവരിലേക്ക് നോക്കുകയില്ല, അവരിലേക്ക് സംസാരിക്കുകയില്ല, അവരെ മൈൻഡ് ചെയ്യുകയില്ല. അവർ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ കീഴിൽ പ്രയാസമാണ്. അവിടെ മുട്ടിൽ വരെ വിയർപ്പിലുണ്ട്, അവരെ അരവരെ വിയർപ്പിലുണ്ട്, അവരെ തോൾ വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ട്, അവിടെ വിയർപ്പിൽ നീന്തുന്നവരുണ്ട്. അവിടെ പ്രയാസമാണ്. ഒരാൾ പോലും രക്ഷയ്ക്കില്ല. അപ്പോഴാണ് പടച്ചറപ്പ് തിരിഞ്ഞു നോക്കാത്ത വിഭാഗത്തെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നത്. ആദ്യമായി നബി തങ്ങൾ പറയുന്നത് അൽ മുസ്ബിലൂ, ഈ ദുനിയാവിൽ വസ്ത്രം നെരിയാണിക്ക് താഴെ ധരിച്ചുകൊണ്ട് നടക്കുന്ന പുറക്കാടുള്ളവർ മാത്രമല്ല, മുസ്ലിമായി ജീവിച്ചവരെ, മുസ്ലിമായി മരിക്കണമെന്ന് ആശ വെക്കുന്നവരെ, നാളെ പുറക്കാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ മുസ്ലിമായി കൊണ്ടുവന്ന് നടക്കണമെന്ന് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറാ എന്ന് പറഞ്ഞുകൊണ്ട് 3 പിടി മണ്ണുകൊണ്ട് നിന്റെ ഖബറിൽ നിന്നെ മൂടണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമേ, തൽഖീൻ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമേ, എന്റെ ഖബറിൽ തസ്ബീത്ത് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമേ, എന്റെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് മലായിക്കത്തുകൾ കാരുണ്യം ചൊരിയണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമേ, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഫൈസൽ ഉസ്താദ്, മിസ്ബാഹി ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമേ, പഠിച്ചു വെക്കടാ. നാളെ മഹ്ശറിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമേ, നീ നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റുണ്ട്. അൽ മുസ്ബിലൂ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്നവരുണ്ടോ? അഹങ്കാരിയാ. അത്തരത്തിലുള്ള വ്യക്തികൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. നാളെ പടച്ചറപ്പിന്റെ കരുണയുടെ നോട്ടം അവരിലേക്കുണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അൽ മുസ്ബിലു, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്നവൻ. പറയണ്ടേ, ഈ സമൂഹം അറിയുന്നില്ല. സാധുമാര് പറയും നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കല്ലേ. ഓ, നമ്മള് മൈൻഡിൽ ഇതൊക്കെ കേട്ടിട്ട് വാത് കഴിഞ്ഞ് നമ്മൾ ജുമാ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും നമ്മുടെ മുണ്ട് നെരിയാണിക്ക് താഴെ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ എല്ലാവരും ചെയ്യുന്നത് എന്താ? സ്കരിക്കുന്ന സമയമാകുമ്പോൾ അവിടെ കയറ്റി അങ്ങോട്ട് വെക്കും. അതായത് പാക ചെയ്യുന്നത്. കരിക്കാൻ വേണ്ടി ഇക്കാമത്ത് കൊടുക്കുമ്പോൾ അങ്ങോട്ട് വന്നിട്ട് അണ്ടർവെയർ ഉൾപ്പെടെ എല്ലാം എടുത്ത് കെട്ടുക. ആ സമയത്ത് ഹൈവാൻ ഒരു ഒരുങ്ങലുണ്ട്. അത് ഫായിദയില്ല. അതല്ല ദീൻ. കേട്ടോ പറഞ്ഞുതരാം, കേട്ടോളി. ഞാൻ വേഗം നിർത്തും കേട്ടോ. 11:15 ആകുമ്പോൾ
നാളെയൊക്കെ വാതുള്ളതല്ലേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. കുറച്ചോളൂ, നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കൂല. വേഗം. അൽ മുസ്ബിലോ, ഒന്നാമത്തത് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 3 കൂട്ടരെ നോക്കൂല അല്ലെ, അള്ളാഹു നോക്കൂല, കാരുണ്യം ചൊരിയൂല. 3 കൂട്ടരാണ്, ഒന്നേ പറഞ്ഞുള്ളൂ, അൽ മുസ്ബിലു. 2, 3 ആരോ ഉസ്താദ്, നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല, എന്നാലും കേട്ടോളി. വൽ മന്നാൻ, ജനങ്ങൾക്ക് സാമ്പത്തികമായോ ശാരീരികമായോ മറ്റേതെങ്കിലും നിലയ്ക്ക് സഹായം നൽകിയിട്ട് എടുത്തു പറഞ്ഞ് നടക്കുന്നവൻ അള്ളാഹുവിന്റെ തിരുനോട്ടം ഉണ്ടാവുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ്. ഈ ദുനിയാവിൽ പുറക്കാടുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് നീ അത്താണിയായി, അവൾക്ക് നീ സാമ്പത്തികമായി സഹായം നൽകി, ആ പാവപ്പെട്ട പൊന്നുമോളെ നീ വിവാഹം കഴിപ്പിച്ചു. ജനങ്ങൾ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. 10 വർഷങ്ങൾക്ക് ശേഷം ആ പാവപ്പെട്ട പെണ്ണിലുണ്ടായ മകനെ നോക്കിക്കൊണ്ടോ, ഇല്ലെങ്കിൽ അവളെ ജനമധ്യത്തിൽ വെച്ചുകൊണ്ടോ, നിന്റെ വിവാഹത്തിന് ഞാനാണ് പണം തന്നത്, നിന്റെ കയ്യിലേക്ക് ഞാനാണ് 10 പവൻ നൽകിയത് എന്ന് പറയുന്ന മുസ്ലിമേ, മുസ്ലിമത്തേ, അൽ മന്നാൻ എടുത്തു പറയുന്നവൻ പിന്നീട് കടക്കൂല സ്വർഗത്തിൽ, അവൻ അദാബാണ്, അദാബാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അൽ മന്നാൻ എടുത്തു പറയുന്നവൻ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും സഹായം എത്തിച്ചിട്ടുള്ളത് മീഡിയ കവർ ചെയ്യാൻ പറ്റുന്ന, ഫോണിൽ റേഞ്ച് കിട്ടുന്ന തലത്തിലേക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പോയവരൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി ലക്ഷ്യം വെക്കുന്നവർ മാത്രമാണ് ഈ റിലീഫിന് ഇറങ്ങിയതിൽ 95%. കാരണം അതെല്ലാം പത്രത്തിലൂടെ അല്ലെ മീഡിയ കവർ ചെയ്തിട്ടുണ്ട്. മീഡിയ കവർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് അവരാ പോയിട്ടുള്ളത്. റിലീഫ് ഇപ്പൊ ഈ പ്രളയബാധിത പ്രദേശങ്ങൾ മാത്രം, അതങ്ങനെയല്ല, മൊത്തത്തിൽ നോക്കിയാൽ മതി. ഒക്കെ മീഡിയ കവർ ചെയ്യാൻ പറ്റുന്ന തലങ്ങൾ എവിടെയുണ്ടോ അവിടം വരെ എത്തിച്ചിട്ടുണ്ട് സഹായങ്ങൾ. അതിനപ്പുറത്തേക്ക് സഹായങ്ങൾ എത്താത്ത എത്രയോ ആളുകളുണ്ട്. പക്ഷെ ഏറ്റവും വലിയൊരു സന്തോഷം, ജാതിമത ഭേദമെന്നെ എല്ലാവരും വളരെ ഐക്യത്തോടു കൂടി നിന്നു എന്നുള്ളതാണ്. ഈ വിഷയം വന്നപ്പോ അതുവരെ എതിർത്തു പറഞ്ഞുകൊണ്ടിരുന്നവൻ, വർഗീയമായി ചിന്തിച്ചു കൊണ്ടിരുന്നവൻ ഒക്കെ ക്യാമ്പിൽ വന്നപ്പോൾ എല്ലാവരും ഒറ്റ പ്ലേറ്റിൽ നിന്ന് അടിക്കുക, സാമ്പാറിന്റെ കഷ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് മുരിങ്ങോല് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പടച്ചറബ് കൊടുത്തില്ലേ ഒരു 15 ദിവസത്തേക്ക്? പടച്ചറബ് നൽകിയ പ്രളയക്കെടുതി കൊണ്ട് ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ ഒരല്പം വെള്ളത്തിന്റെ പേരിൽ ഒന്നിക്കാവുന്നതേ ഉള്ളൂ. അതാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. മനുഷ്യരൊന്നും അഹങ്കരിക്കണ്ട. അല്ലെ തന്നെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ കൈഫ തകബ്ബുർ വഖദ് ഖറജ മിൻ സബീലൈൻ, മനുഷ്യൻ എങ്ങനെ അഹങ്കരിക്കും, അവൻ പുറപ്പെട്ടു വന്നത് 2 ദ്വാരത്തിൽ നിന്നല്ലേ. ചിന്തിച്ചില്ല, മനസ്സിലായില്ല. ഒന്ന് ഉപ്പയുടെ ലിംഗത്തിൽ നിന്ന് പുറപ്പെട്ടതാകുന്ന ബീജത്തുള്ളിയിൽ നിന്നാണ് നീ വന്നത്. അതെങ്ങോട്ടാ പോയത്? ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് പോയി. പിന്നെ ഉമ്മയുടെ ലിംഗത്തിൽ നിന്ന് പുറത്തോട്ട് വന്നതാണ് നീ, യോനിയിൽ നിന്ന് പുറത്തോട്ട് വന്നതാണ് നീ. ചിന്തിക്കണം, വളരെ ചിന്തിക്കുന്നവർക്കാണ് അതില്. അഥവാ മനുഷ്യ, നീ എത്ര നിന്ദ്യനാണ്, നീ എത്ര നിസ്സാരനാണ്. നിന്നെ പുറപ്പെട്ടത് 2 വഴിയിലൂടെയാണ്. ആ 2 വഴിയുമോ മനുഷ്യൻ മറച്ചു പിടിച്ച് നടക്കുന്ന വഴികളാണ്. ചിന്തിക്കണം. ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ല, ഇപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് ചിന്ത പോകുന്നത്. പുരുഷന്റെ ബീജം സ്ഥിതി ചെയ്യുന്നത് മുതുകിൽ നിന്നാണെന്ന് വിശുദ്ധമായ ഖുർആനാണ്. അത് കടക്കുന്നത്, അതിന്റെ ക്വാണ്ടിറ്റി കിടക്കുന്ന എവിടെയാ? പുരുഷന്റെ മുതുകിൽ നിന്നാണ്. സ്ത്രീയുടേത് മാറിടത്തിന്റെ ഇടയിൽ നിന്നാണ്. അതൊക്കെ പറയുമ്പോൾ വിഷയങ്ങൾ, ദിവസങ്ങൾ വേണ്ടു, അതൊക്കെ വേറെയാണ്. മനുഷ്യ സൃഷ്ടിപ്പ് വേറെ വിഷയമാണ്. പുരുഷന്റെ ബീജം പുറപ്പെടുന്നത് അവന്റെ മുതുകിൽ നിന്നാണ്, സ്ത്രീയുടെ പുറപ്പെടുന്നത് അവരുടെ മാറിടത്തിൽ നിന്നാണെന്ന് വിശുദ്ധമായ ഖുർആൻ. യഖ്റുജു മിൻ ബൈനി സ്വൽബി വത്തറായിബ്. തറായിബ് എന്ന് പറഞ്ഞാൽ 2 മാറിടത്തിന്റെ ഇടയിൽ നിന്ന് സ്ത്രീയുടെ ബീജം പുറപ്പെടുന്നു.
അപ്പൊ ഉപ്പയുടെ മുതുകിലാണ്. അവിടെ നിന്ന് നീ പുറപ്പെട്ടു, ഉപ്പയുടെ ലിംഗത്തിലൂടെ പുറപ്പെട്ടു, നിന്റെ ബീജം പുറപ്പെട്ടു, നീയാകുന്ന വ്യക്തി പുറപ്പെട്ടു, ഉമ്മയുടെ ഗർഭാശയത്തിലെത്തി. അവസാനം അവിടെ നിന്ന് എല്ലാ കാലക്രമേണ 9 മാസം 10 ദിവസം കഴിഞ്ഞ് പുറപ്പെടുന്നത് ഉമ്മയുടെ യോനിയിൽ നിന്നാണ് പുറപ്പെടുന്നത്. നീ എത്ര നിസ്സാരന! ഈ 2 അവയവങ്ങളോ മനുഷ്യൻ മറച്ചു പിടിച്ചടക്കുന്ന അവയാ. ചിന്തിച്ചോ, ഈ നിസ്സാരന അള്ളാഹിലേക്ക് ചേർത്ത് വെക്കിട്ട് റബ്ബിന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും അവയവത്തിലൂടെ പുറപ്പെടുവിക്കായിരുന്നു. കാരണം അള്ളാഹുവാണ് ഇത് ക്രമീകരിച്ചത്. പക്ഷെ അള്ളാഹു അത് ചെയ്തില്ല. നീ മനസ്സിലാക്കാൻ വേണ്ടി കൈഫ തകബ്ബുറു, നീ എങ്ങനെ പിന്നെ അഹങ്കരിക്കുന്നത് എന്ന് ഉലമാക്കൾ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ നീ അഹങ്കരിക്കും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അഹങ്കരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് കൊടുത്ത് നീ എടുത്തു പറഞ്ഞ് നടക്കണ്ട. അൽ മന്നാൻ, എടുത്തു പറഞ്ഞ് നടക്കുന്നവൻ അവൻ അള്ളാഹുവിന്റെ കോടതിയിൽ കോപിഷ്ഠനാകും, റബ്ബിന്റെ കോപത്തിന് പാത്രീഭൂതനാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത് ചെയ്താലും എടുത്തു പറയാൻ പാടില്ല. പിന്നെ ചില സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, പള്ളിക്ക് വേണ്ടി കൊടുക്കുമ്പോഴും ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പേര് വെളിപ്പെടുത്തേണ്ടി വരും. എന്തിനു വേണ്ടി? അത് നൽകുന്ന ആളെക്കാൾ നല്ല സാമ്പത്തിക ശേഷിയുള്ളവ മഹലിലുണ്ടായിരിക്കെ അവരൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ ഇവനെ കൊണ്ട് അത് പറയിപ്പിക്കുമ്പോൾ സുലൈമാൻ കൊടുത്ത് ഇനിയിപ്പോ ഇവനും കൂടെ കൊടുക്കാം എന്ന് കരുതി അവനും കൂടെ കൊടുക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടിയാണ് ചിലപ്പോൾ നമ്മൾ പേര് പറയിക്കുന്നത്. അത് തന്നെ പേരും പ്രശസ്തി നമ്മൾ ഉള്ളിൽ ആഗ്രഹിക്കാൻ പാടില്ല. നമ്മളെ കാര്യങ്ങൾ നടപ്പിലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. കരുനാഗപ്പള്ളിയിൽ ഇന്നലെ ഒരു സഹോദരനെ കണ്ടു. ആ സഹോദരൻ KC സെന്ററിന്റെ ഓണർ വാഹിദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം ഒമാനിലാണ്. കഴിഞ്ഞ വർഷം ഞാൻ അവിടെ പ്രസംഗത്തിന് പോയപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ, അവിടെ ഒരു വീട് അദ്ദേഹത്തിനുണ്ട്, അവിടെ പോയി കാണുകയും അവിടെയുള്ള മൗലൂദ് സദസ്സിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. ഇന്നലെ ജുമാ കഴിഞ്ഞ് അദ്ദേഹത്തെ അപ്രതീക്ഷിതമായി നാട്ടിലുണ്ടെന്നറിഞ്ഞു. കണ്ടപ്പോൾ അദ്ദേഹം ചെയ്യുന്ന, ഞാൻ എന്തിനാണ് വന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വരാനുണ്ടായ സാഹചര്യം ഈ പ്രളയബാധിത പ്രദേശങ്ങളിലൊക്കെ സാമ്പത്തിക സഹായം എത്തിക്കലാണ്. അദ്ദേഹം ഓരോന്ന് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ചെയ്തത്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം 1-2 ഫോട്ടോസ് മൊബൈൽ കാണിച്ചു തന്നു. സുബ്ഹാനല്ലാഹ്, ഓരോന്ന് കാണേണ്ടത് തന്നെയാണ്. റാന്നി, അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ റാന്നി, ചെങ്ങന്നൂര് ഭാഗത്തിനടുത്തുള്ള പാണ്ടനാട് എന്ന് പറയുന്ന പ്രവിശ്യയിലൊക്കെ വെള്ളം കയറി ഇറങ്ങുമ്പോൾ, വെള്ളം കയറുന്നതല്ല പ്രശ്നം, വെള്ളം കയറി ഇറങ്ങിയതിന് ശേഷം ചെളിമണ്ണ് വന്നിട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ കൊണ്ടുവന്ന് അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. അത് നമ്മൾ ചിന്തിക്കും, സുബ്ഹാനല്ലാഹ് ഇത് വീടാണോ എന്ന് ചിന്തിക്കും. അത്തരത്തിൽ അത്രമാത്രം നിറഞ്ഞു നിൽക്കാൻ, ചെളിമണ്ണ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. എന്നിട്ട് അദ്ദേഹം ഒരു 20 ആളുകളെ പ്രദേശങ്ങളിലേക്കൊക്കെ വിട്ടിട്ടുണ്ട്, പല ഭാഗത്തായിട്ട്. ആ സ്ഥലങ്ങളിൽ അവരെ പോയിട്ട് മണ്ണ് വെട്ടി മാറ്റാൻ, വീട്ടിനകത്തുനിന്ന് മണ്ണ് വെട്ടി മാറ്റേണ്ട അവസ്ഥ. ആരോഭാഗത്തൊക്കെ ആണെങ്കിൽ മണലില്ലാതിരിക്കുകയായിരുന്നു, റാഹത്തായിട്ട്. ഇപ്പോൾ മണൽ ഇഷ്ടം പോലെ കിട്ടി. ഇപ്പോൾ വീട് വെക്കാനുള്ള മണലായിട്ടുണ്ട് എല്ലാവരുടെയും വീട്ടിൽ. കാരണം അവിടെ നല്ല മണലാണ് കയറുക കുറേതൊക്കെ. ഈ ഭാഗത്തോട്ട് കിഴക്കൻ പ്രദേശത്തൊക്കെ ചെളിമണ്ണാണ്. ചെളിമണ്ണ് വളരെ പ്രയാസം അനുഭവിക്കുന്നവർ എത്രയോ ആളുകൾ കേരളക്കരയിലൂടെ. നമ്മൾ സത്യം പറഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങളൊന്നും കെടുതികളൊന്നും അങ്ങനെ അത്രത്തോളം ഏറ്റുവാങ്ങിയില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്രത്തോളം വലിയ ദുരിതങ്ങളിലേക്ക് പടച്ചിറപ്പ് നമുക്ക് നൽകിയിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുനാമി നൽകി ചെറിയ രീതിയിൽ നമ്മൾ അള്ളാഹു പരീക്ഷിച്ചു. അള്ളാഹു നമ്മളെ എല്ലാവിധ അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ ഒരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ കുറെ പാഠം നമ്മൾ ഉൾക്കൊള്ളണം. അപ്പൊ ഇങ്ങനെ സുഹൃതങ്ങൾ ചെയ്യുന്നവർ, ആരും അറിയാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ നൽകുന്ന ധാരാളം പ്രവാസി സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരായ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വന്ന് വീട് വൃത്തിയാക്കുന്നു, കിണർ വൃത്തിയാക്കി കൊടുക്കുന്നു, കിണർ തേയി കൊടുക്കുന്നു, ടാങ്ക് കഴുകി കൊടുക്കുന്നു. ഇങ്ങനെ എല്ലാവരും ജനങ്ങൾ തന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ട്, സത്യത്തിൽ കേരളമല്ലാത്ത മറ്റേതെങ്കിലും സംസ്ഥാനമായിരുന്നെങ്കിൽ വല്ലാതെ കൊഴിഞ്ഞു പോയേനെ. കേരളത്തിലുള്ള ആ ഒത്തൊരുമയാണത്. എല്ലാവരും പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമായി കഴിഞ്ഞുകൂടി. ക്യാമ്പിലായിരുന്നു, ഒരു പ്രശ്നവുമില്ല, വളരെ റാഹത്തായ നിലയിൽ കഴിഞ്ഞുകൂടി. പോകുന്ന സമയത്ത് ഞാൻ മലബാർ ദേശത്തുള്ള ഒരു വീഡിയോ കണ്ടു. പരസ്പരം പൊട്ടിക്കരയാണ്. അമുസ്ലിം സഹോദരങ്ങളോടൊപ്പം പൊട്ടിക്കരയുന്ന നമ്മുടെ താത്തമാര്, അവരും പൊട്ടിക്കരയാണ്. കാരണം മുസ്ലിം സഹോദരങ്ങളോടൊപ്പം ഒന്നിച്ചു നിന്നിട്ട് അവരുടെ ജീവിതം കണ്ടിട്ട് പൊട്ടിക്കരയാണ്. ഇറങ്ങുന്ന സമയത്ത് ആ 15 ദിവസം ഒരുമിച്ച് കൂടി ജീവിച്ചതാണ്. ഒരുമിച്ച് അവർ ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് കറികൾ അരിയുന്നു, പാചകം ചെയ്യുന്നു, ഒക്കെ അവർ ആ ക്യാമ്പിൽ റാഹത്തായി ജീവിച്ചിട്ട് 15 ദിവസത്തെ ജീവിതം കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ അവരിരുന്ന് കരയാണ്, പൊട്ടിക്കരയാണ്. അങ്ങനെ ഒരു വീഡിയോ അടുത്തുണ്ടായിരുന്നു, വല്ലാതെ വൈറലായിരുന്നു. അപ്പൊ എത്രത്തോളം സ്നേഹം കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. സത്യത്തിൽ മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ഇടയിൽ പരസ്പരം ഒരു സ്നേഹബന്ധം ഉണ്ടാക്കുവാൻ ഉതകുന്ന രീതിയിൽ ഈ പ്രളയം സാധിച്ചു എന്നുള്ളതാണ്.
അള്ളാഹു നമുക്കത് നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്കിടയിലുള്ള സ്നേഹബന്ധം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഐക്യം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കുന്നതാകട്ടെ ഏത് തലമാകട്ടെ എടുത്തു പറയാൻ പാടില്ല. എടുത്തു പറയുന്നവൻ പ്രയാസമാണ്. മൂന്നാമത്തെ കൂട്ടർ, 3 കൂട്ടരാണ്. ഒന്ന്, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവൻ നാളെ മഹ്ശറിൽ പ്രയാസം അനുഭവിക്കും. രണ്ടാമത്തത് അൽ മന്നാൻ, സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ശാരീരികമായ സഹായം നൽകിയിട്ട് അത് പിന്നീട് എടുത്തു പറയുന്നവൻ, അവനും നാളെ പാരത്രിക ലോകത്ത് പ്രയാസം അനുഭവിക്കും. മൂന്നാമത്തത് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൽ മുൻഫിഖു സലഅതഹു ബിൽ ഹൽഫിൽ കാദിബ്. തന്റെ സ്വന്തം ചരക്കുകളെ, സ്വന്തം വസ്തുക്കളെ കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്നവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കള്ളസത്യം ചെയ്യാം. അല്ലാഹു ഇത് സൂപ്പർ സാധനമാണെന്ന് പറയും. കള്ളസത്യം ചെയ്യാം. നല്ല അടിപൊളി ഐറ്റമാണ്, ഫസ്റ്റ് ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ വിലയ്ക്ക് തരുന്നത് എന്ന് പറഞ്ഞിട്ട് കച്ചവട തന്ത്രം മെനഞ്ഞുകൊണ്ട് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ്. ഈ 3 കാര്യവും, ഈ 3 വസ്തുക്കളും ഇന്ന് സമൂഹത്തിലുള്ളതാണ്. ബിരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചെടുക്കുന്നവരുണ്ട്, ജനങ്ങൾക്ക് കൊടുത്തിട്ട് എടുത്തു പറയുന്നവരുണ്ട്, പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരുണ്ട്. മൂന്നാമത്തത് വൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹൽഫിൽ കാദിബി, കള്ളസത്യം ചെയ്തിട്ട് അവന്റെ വസ്തുക്കളെ വിറ്റഴിക്കുന്നവർ ധാരാളമുണ്ട്. സാധനം സൂപ്പറാന്ന് പറയും, വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും കാലിന് വള്ളി പൊട്ടി ചെരുപ്പാ കൊടുത്തു വിട്ടത്. അവിടെ എത്തിയപ്പോഴും ഇത് സൂപ്പറാന്ന് പറഞ്ഞു. ഇതാണ് സൂപ്പർ. ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് എല്ലാ വസ്തുക്കളിലും മായം, എല്ലാത്തിനും ഫസ്റ്റ് ക്വാളിറ്റിയാന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നു. ഡോക്ടർമാർക്കെൻ്റെ ഒരു ഷൂ, ആ ഷൂ ഒരു കടയിൽ ഒരു സഹോദരൻ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഈ ഷൂവിൻ്റെ അതേ മോഡൽ ഷൂ തന്നെ. ഡോക്ടർമാർക്കെൻ്റെ ഒരു ഷൂ എന്ന് പറയുന്നത് ഏകദേശം 4000 രൂപ വില വരും. ആ ഷൂ അണിച്ചിട്ട് പറഞ്ഞു, ഇതേ ഷൂ തന്നെ ഏകദേശം 300 രൂപയ്ക്ക് കിട്ടും, ഈ സെയിം സംഭവം തന്നെ. പക്ഷെ ഇതിന്റെ ആ എംബ്ലം ഉണ്ടാവൂല. ഡോക്ടർമാർക്ക് അത് എഴുതിയ ആ എംബ്ലം ഒഴികെ ഇതേ ക്വാളിറ്റി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇത് 300 രൂപയ്ക്ക് സാധനം കിട്ടും. അപ്പൊ നോക്കിക്കോണം എത്രത്തോളം വില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, എത്രത്തോളം ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറങ്ങുന്നുണ്ട് സമൂഹത്തിൽ. എന്നിട്ട് കടയിൽ പറയുന്നത് സൂപ്പർ സാധനമാണ്, നല്ല സാധനമാണ്, അടിപൊളി സാധനമാണ്, ഇത് 300 രൂപ അല്ല അവരോട് പറയുന്ന വില. അവരോട് പറയും ഇത് 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നേക്കാം. എത്ര രൂപ ഇദ്ദേഹത്തിന് കിട്ടി കച്ചവടത്തിലൂടെ? ആരും അറിയുന്നില്ല, ജനങ്ങൾ വാങ്ങിച്ചിട്ടുകൊണ്ട് പോകും. അല്ല കമ്പനി സാധനമാണെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ ഇത് ഇന്ന കമ്പനി തന്നെയാണ്, കണ്ടില്ലേ അതിന്റെ കവറ് എങ്ങോട്ടെങ്കിലും ഒപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഈ 3 കൂട്ടരും ശ്രദ്ധിക്കണേ, അവർക്ക് നാളെ മഹ്ശറയിൽ ബുദ്ധിമുട്ടാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് നമസ്കാരത്തിന് വേണ്ടി ഒരു അനുയായി കടന്നു വരുകയാണ്. ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് കടന്നു വരുന്നത്. അദ്ദേഹം നമസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദ്ഹബ് ഫതവല്ല, നീ പോകണേ, നീ വുളൂ ചെയ്യണേ, എന്നിട്ട് നീ നിസ്കരിക്ക്, നിന്റെ നിസ്കാരം ശരിയായില്ല. സയ്യിദുനാ റസൂലുള്ളാഹി അദ്ദേഹം പോയി വുളൂ എടുത്ത് വീണ്ടും വന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഫതവല്ല, പോ, എന്നിട്ട് പോയി വുളൂ എടുക്ക്. 3 പ്രാവശ്യം അദ്ദേഹത്തെ തിരിച്ചുവിട്ടു എന്നാണ്. 3ാമത്തെ പ്രാവശ്യം വുളൂ എടുത്തിട്ട് അദ്ദേഹം വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഫതവല്ല, പോ, വുളൂ എടുക്ക് എന്ന് പറഞ്ഞു. കണ്ടു നിന്ന ഒരു അനുയായി ചോദിച്ചു, അമർതഹു അയ്യതവല്ല സുമ്മ സക്കത്ത അൻഹു, അല്ലാഹുവിന്റെ റസൂലേ തങ്ങൾ അദ്ദേഹത്തോട് വുളൂ എടുക്കാൻ പറയുന്നുണ്ട്, പിന്നെ അദ്ദേഹത്തിന്റെ കുറ്റം എന്താണെന്ന് പറയുന്നില്ല. സുമ്മ സക്കത്ത അൻഹു, പിന്നെ തങ്ങൾ മിണ്ടാതിരിക്കുക, എന്താണ് കാര്യം ഒന്ന് പറഞ്ഞേക്ക്, പാവപ്പെട്ടവനാ ഒന്ന് പറഞ്ഞേക്കാൻ. അദ്ദേഹം ചോദിക്കുന്നില്ല എന്താണ് കാര്യം, നബിയോടല്ലേ, എങ്ങനെ ചോദിക്കും? അദബാണ്, മര്യാദയാണ്. നമ്മളാണെങ്കിൽ ഇപ്പൊ പള്ളിയിൽ നിന്നുകൊണ്ട് പറയാ, ഒരു വ്യക്തി വന്നില്ല വുളൂ എടുക്കുന്നില്ല, വുളൂ ശരിയായില്ല, അപ്പൊ വുളൂ എടുക്കുന്ന വുളൂ ശരിയായില്ലേ, നിങ്ങളുടെ ഒതു നമ്മൾ കുറെ കണ്ടതാ. ഓ മുസ്ലിയാരെ വിടുന്നു ഇല്ല ഒതുവിന്റെ ആള് എന്ന് പറഞ്ഞ അവനെ പള്ളിക്കകത്തോട്ട് കയറി പോകുന്നതല്ലാതെ അതെന്താണ് അതിനകത്ത് തെറ്റെന്നവൻ ചോദിക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു പോയി ഒതു കൊടുക്കാൻ പോലും തയ്യാറാവൂല. ഇതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. പക്ഷെ അത് അദബുമാണ്. അദ്ദേഹം ചോദിക്കുന്നില്ല. സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ 3 പ്രാവശ്യവും തിരിച്ചു പോയി ഒതു എടുത്തു. അപ്പോഴും അദ്ദേഹം ചോദിക്കുന്നില്ല. 4ാമത്തെ പ്രാവശ്യം റിട്ടേൺ അയച്ചപ്പോഴും അദ്ദേഹം ചോദിക്കുന്നില്ല എന്താണ് നബി എൻ്റെ തെറ്റെന്ന് ചോദിക്കുന്നില്ല. കാരണം നബിയോടത് ചോദിക്കുന്നത് ഭയത്തോടുകൂടിയും അനാദരവാണെന്ന് മനസ്സിലാക്കി നിൽക്കാൻ. അപ്പോൾ മറ്റൊരു സഹാബി പറഞ്ഞു, നബി തങ്ങളെ അദ്ദേഹത്തോട് തങ്ങൾ ഒതുകൊടുക്കാൻ പറയുന്നുണ്ട്, പിന്നെ മിണ്ടാതിരിക്കുക, തങ്ങൾ എന്താ കുറ്റമെന്നൊന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അദ്ദേഹം കടന്നു വന്നത് വധു എടുത്തുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. ഇന്നല്ലാഹ ലാ യഖ്ബലു സലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര നമസ്കാരങ്ങളാണ് നമുക്ക് പാഴായിട്ടുള്ളത്, എത്ര ഇബാദത്തുകളാണ് അതിന്റെ കൂലികൾ പരിപൂർണമായി കിട്ടാതെ പോയിട്ടുള്ളത്. ഇന്നല്ലാഹ ലാ യഖ്ബലു റജുലിൻ മുസ്ബിലിൻ ഇസാറാ. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉസ്താദെ ഞങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിര്യാണിക്ക് മുകളിലേക്ക് ഞങ്ങൾ കയറ്റി വെക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. എന്താ, നിസ്കരിക്കുന്നവന്റെ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം സ്വീകരിക്കൂല. അതുകൊണ്ടാണ് ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലോട്ട് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, പാന്റ് മടക്കി അങ്ങോട്ട് വെക്കും. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് പാന്റ് അങ്ങോട്ട് അഴിച്ചിടും, അല്ലെങ്കിൽ നിര്യാണിക്ക് മുകളിലോട്ട് നമ്മൾ മുണ്ടങ്ങോട്ട് കൊടുക്കും. നിസ്കാരം കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, വലിച്ചഴയ്ക്കും. ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത്, അല്ലേ? അതാ പാടില്ല എന്ന് പറഞ്ഞു, അതന്നെ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നവന്റെ നിസ്കാരമാണ് ഈ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത്. അതെവിടെ ഉണ്ട് ഉസ്താദെ? അത് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഠിക്കണ്ടേ നമ്മൾ? കാരണം ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്ക് ഇന്നല്ലാഹ ലാ യഖ്ബലു റജുലിൻ മുസ്ബിലിൻ ഇസാറ. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവൻ നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല, നിസ്കാരത്തിലല്ലാത്ത സമയത്തും അങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. നേരെ മറിച്ച് നിസ്കരിക്കുന്ന സമയത്ത് മാത്രം നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ പറയേണ്ടിയിരുന്ന വചനവും ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ വഹുവ മുസ്ബിലിൻ ഇസാറ. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നവനായ നിലയിലാണ് അവൻ നമസ്കരിക്കുന്നത്, അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കട്ടെ, നിസ്കരിക്കാതിരിക്കട്ടെ, നിസ്കരിക്കാത്ത സമയത്തും അങ്ങനെയാണ് നടക്കുന്നത് എങ്കിൽ നിസ്കാര സമയത്ത് ഉയർത്തി വെച്ചാൽ പോലും അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ഇതൊക്കെ ഈ സമൂഹം അറിയണ്ടേ, പഠിക്കണ്ടേ? ഈ സമൂഹം അറിയണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫൈനഹാ മിനൽ മഖീല. അഹങ്കാരികളുടെ ലക്ഷണമാണ്. തകബ്ബുർ ഉണ്ടാകുമേ, മനസ്സിൽ അഹങ്കാരം ഉടലെടുക്കുമേ. നിങ്ങൾ നോക്കിക്കോ, ഞാൻ വെറുതെ പറയല്ല. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചടക്കുന്നവന്റെ പൊങ്ങച്ച നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ കാണുന്നതാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ തകബ്ബുർ ഉണ്ടാകും, അഹങ്കാരമുണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ കാണാം, ഫമാ അസ്ഫല മിനൽ കഅബൈനി ഫന്നാറു ഔലാ ബിഹി. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരെ നരകത്തിലാണ്, നരകത്തിലാണ്. ഫമാ അസ്ഫല മിനൽ കഅബൈൻ ഫന്നാറു ഔലാ ബിഹി. നിര്യാണിക്ക് താഴോട്ടുള്ളത് നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉസ്താദേ, ഈ പറഞ്ഞത് സ്ത്രീകളുടെയാണോ? ഒരിക്കലുമല്ല. ഈ പറഞ്ഞത് മുഴുവനും പുരുഷന്മാരുടെ വിഷയമാണ്. ഈ പറഞ്ഞത് നിര്യാണിക്ക് താഴോട്ട് വരരുത് എന്ന് പറഞ്ഞത്. സ്ത്രീകളുടേത് നിര്യാണിക്ക് താഴോട്ട് വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ടിട്ട് നാളെ മുതൽ 3/4 ഇട്ടുകൊണ്ട് സ്ത്രീകൾ ഇറങ്ങണ്ട, അത് വരരുതെന്നാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഹദീസില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂൽ ശപിക്കുകയാണ്. സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബസു ലിബ്സതൽ മർആ വൽ മർഅതല്ലതി തൽബസു ലിബ്സതർ റജുലി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലോകത്തിന്റെ നായകനെ ശപിച്ചിട്ടുണ്ടത്രേ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചുവത്രേ, അർറജുല യൽബസു ലിബസതൽ മർആ, സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാര് അവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. വൽ മർഅത്തല്ലതി തൽബസു ലിബസതർ റജുലി, പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളില്ലയോ, പുരുഷന്റെ വസ്ത്രവിധാനം കടന്നിട്ടുകൊണ്ട് ബനിയൻ ടൈറ്റ് ബനിയൻ ഇട്ടുകൊണ്ട് നടക്കുന്ന സ്ത്രീവർഗമില്ലയോ, ഇടുങ്ങിയതാകുന്ന ജീൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്നതായ സഹോദരിമാരില്ലയോ, അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബിതങ്ങളെ ശപിച്ചു, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആര് ധരിക്കുന്ന വസ്ത്രം? നമ്മുടെ സഹോദരിമാര് ധരിക്കുന്നു, നമ്മുടെ ഉമ്മമാര് ധരിക്കുന്നു, നമ്മുടെ മക്കള് ധരിക്കുന്നു. അപ്പായുമായി വാങ്ങിച്ചു കൊടുക്കുക. പ്രായപൂർത്തി എത്തിയതാകുന്ന മക്കൾക്ക് ഉള്ളിൽ കിടക്കുന്ന അവയവങ്ങളെ പുറത്ത് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ രക്ഷിതാക്കളല്ലേ, മാതാപിതാക്കളല്ലേ. അവസാനം ഇവനെ ഒളിച്ചോടും. ഈ പെണ്ണ് ഏതെങ്കിലും അന്യമതത്തിൽപ്പെട്ടതോ ഇല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാന്ന് നമുക്ക് അന്യരാകുന്ന ഏതെങ്കിലും ഒരു വ്യക്തികളോടൊപ്പം ഒളിച്ചോടുന്ന സമയത്ത് ഓടി വരിക ഉസ്താദിനോട്, ഉസ്താദേ നമ്മുടെ മോള് ഒളിച്ചോടി പോയി ഉസ്താദേ. വസ്ത്രവിധാനം ഇവൻ ശ്രദ്ധിച്ചിരുന്നില്ല, സ്വന്തം മകളുടെ വസ്ത്രവിധാനം ശ്രദ്ധിച്ചിരുന്നില്ല, മാന്യമായ വസ്ത്രവിധാനം അവൾക്ക് നൽകിയിരുന്നില്ല. പരിശുദ്ധ ദീനനുസരിച്ചിട്ടുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസ്ത്രവിധാനം നൽകിയിരുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇയ്യാകും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, വസിയ അഹ്ല ശിർകി, ശിർക്കിന്റെ അഹ്ലുകാര് അവിശ്വാസികളുടെ വസ്ത്രവിധാനവും ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. ഇയ്യാകും വസിയ അഹ്ല ശിർകി, പാശ്ചാത്യ സംസ്കാരങ്ങളെ നിങ്ങൾ വലിച്ചെറിയണേ. അവരുടെ വസ്ത്രവിധാനം കൊണ്ടുവരരുതേ, ശിർക്കിന്റെ അഹ്ലുകാരുടെ വസ്ത്രവിധാനത്തിലേക്ക് മുസ്ലിമേ പോകരുതേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ലേ, നമുക്കിടയിൽ വന്നില്ലേ. തങ്ങൾ പറയുകയാണ്, സ്ത്രീകളെ അവരേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബത്തിനെ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ ഇരുത്തിക്കൊണ്ട് വസ്ത്രവിധാനത്തെ കുറിച്ച് വഅദ് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പുരുഷന്മാര് നെരിയാണിക്ക് മുകളിലേക്ക് വസ്ത്രം തെറുത്ത് കയറ്റണേ, സ്ത്രീകൾ നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ. നെരിയാണിക്ക് താഴെ ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണം സ്ത്രീകൾ. സയ്യിദുനാ റസൂലുള്ളാഹി അവർക്ക് വഅദ് പറഞ്ഞു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതൊക്കെ നമ്മുടെ സഹോദരിമാർ അറിയണ്ടേ, ദീനിന്റെ നിയമം ഇതാണെന്ന് അവർ മനസ്സിലാക്കണ്ടേ. നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രിയപ്പെട്ട അനുയായികൾക്ക് വഅദ് പറഞ്ഞു കൊടുത്തപ്പോ ഉടനെ ഒരു അനുയായി എഴുന്നേൽക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂൽ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവരാണ്, ഒട്ടകക്കട്ടിലിലേക്ക് കയറുന്നവരാണ്. ഒട്ടകത്തിന്റെ പുറത്തേക്ക് ഒട്ടകക്കട്ടിലിലേക്ക് കയറുമ്പോ ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും അവരുടെ കാലിന്റെ അടിഭാഗം പാദം കാല് കാണാൻ ചാൻസ് ഉണ്ട് നബിയേ. അന്യപുരുഷന്മാര് ദർശിക്കാൻ ചാൻസ് ഉണ്ട് നബിയേ. നല്ല പൊക്കമുള്ള വാഹനത്തിന്റെ പടിയിലേക്ക് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കാലെടുത്ത് വെക്കുമ്പോ, ബസ്സിലാകട്ടെ ട്രെയിനിലാകട്ടെ ഏത് തരത്തിലാകട്ടെ, അങ്ങനെ കാലെടുത്ത് വെക്കുന്ന സന്ദർഭത്തിൽ കാലിന്റെ അടിഭാഗം അന്യപുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട് നബിയേ. ഒട്ടകക്കട്ടിലിലേക്ക് കയറുമ്പോ ഞങ്ങളുടെ ഭാര്യമാരുടെ കാല് വെളിപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
ഒരു ചാൺ വസ്ത്രം അങ്ങനെ താഴ്ത്തിയിട്ടാലും അന്യരാകുന്ന പരപുരുഷന്മാര് കാലിന്റെ അടിഭാഗമോ കാലിന്റെ തൊലിവെളുപ്പോ കാണുന്നുവെങ്കിൽ ഒരു മുഴം കൂടെ താഴ്ത്തിയിരണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദിറാഅൻ ഫദിറാഅ. നീ ചോദിച്ചോണ്ട് വരണ്ട, ഓരോ മുഴവായിട്ട് അങ്ങോട്ട് നീട്ടിയിട്ടോ കാണുന്നുണ്ടെങ്കിൽ സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്ക്. കാണുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്നല്ല പറഞ്ഞത്. അന്യപുരുഷന്മാര് കാണുന്നുണ്ടോ എങ്കിൽ അങ്ങനെ കാണിക്കല്ലോ കേട്ടോ. ഫദിറാഅൻ ഫദിറാഅ, ഓരോ മുഴം കൂടി വസ്ത്രം താഴ്ത്തിയിടണേ സയ്യിദുനാ റസൂലുള്ളാഹി. 44 ഇഞ്ചിന്റെ വസ്ത്രം വാങ്ങിച്ചോണ്ട് വന്നു. മീഡിയം കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ലാർജ് സ്ത്രീകൾക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോ ഇത് ഭയങ്കര ഇറക്കം കൂടുതലാണ്. ഇറക്കമൊക്കെ ഷേപ്പ് ചെയ്തിട്ട് റാഹത്തായിട്ട് ഇത്ര ആക്കിയിരിക്കുക. പള്ളിയിലെ മൂലിയാര് പോകുന്ന പോലെ റാഹത്തായിട്ട് മതി, പറ്റൂല. അതുകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്യുക, അതിങ്ങനെ കൊണ്ടൊന്ന് ഇടുക്കുക റാഹത്തായിട്ട്, എല്ലാം ത്രസിച്ച് നിൽക്കട്ടെ, റാഹത്തായിട്ട് ജനങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ പോയി സമൂഹം? അതുകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്യും. പർദ്ദ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് കടയെ കൊണ്ടുപോയിട്ട് അതിന്റെ ഉൾഭാഗത്ത് നല്ല ഷേപ്പ് ചെയ്യുക, നല്ല അംഗലാവണ്യങ്ങളും ആകാര സൗഷ്ഠങ്ങളും ഒക്കെ എടുത്ത് കാണിക്കണം, എല്ലാം കാണിച്ചു കൊടുക്കണം. ആരാ ഇത് ചെയ്യുന്നത്? മുസ്ലിമത്തായ സഹോദരി ഈ സമൂഹത്തിൽ നടക്കാൻ എന്നിട്ട് പർദ്ദ ധരിച്ചിട്ടുണ്ട്, കാണാന്നെല്ലാം കാണുന്നുണ്ട്, റാഹത്ത്, കുഴപ്പമൊന്നുമില്ല. പർദ്ദയുണ്ട്, തലമറച്ചിട്ടില്ല, അങ്ങനെയുണ്ട്. പർദ്ദയുണ്ട്, പക്ഷെ തലയിലൊന്നുമില്ല, തലേ തുണിയില്ല, അതില്ല. ഇല്ലേ നമ്മുടെ സമൂഹത്തിലില്ലേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലയോ, തലമറക്കണേ. അത് സ്ത്രീകൾക്ക് നിർബന്ധമായ കാര്യമാണ്. അന്യരാകുന്ന പരപുരുഷന്മാരെ തൊട്ട് മറയണേ. മറക്കണം. ആര് ശ്രദ്ധിക്കുന്ന ഇവിടെ? ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞ് അല്ലേ, ഹജ്ജിന്റെ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പൊ നാട്ടിലോട്ട് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാവരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഉറക്കെ ആമീൻ പറയും. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ സാധാരണ പോലല്ല, ഇൽമുണ്ടാകും, അറിവുണ്ടാകും, ഉപകാരപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഹജ്ജിനെ കുറിച്ചാണ്. ഇന്നും യൂട്യൂബിലുണ്ട്, ധാരാളം വിവേഴ്സ് ഉണ്ട്, ധാരാളം ആളുകൾ അത് കേട്ടിട്ടുണ്ട്. ഹജ്ജിന്റെ ഒരുപാട് വിഷയങ്ങൾ സമർത്ഥിച്ചുകൊണ്ട് ധാരാളം ആയത്തുകളും ഹദീസുകളും വെച്ചിട്ടുള്ള പ്രസംഗമാണ്. കഴിഞ്ഞ വർഷം പെരുന്നാളിന്റെ സുദിനത്തിനായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്നും സെപ്റ്റംബർ 1 ആയിരുന്നു, ഇന്നും സെപ്റ്റംബർ 1 ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം വരെ അള്ളാഹു തൗഫീഖ് തരട്ടെ. വിഷയങ്ങൾ കിടക്കല്ലേ, ധാരാളം വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, മസലകൾ പഠിക്കാനുണ്ട്. ഇന്നിപ്പം നഖം മുറിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച പോലെ ഇതുപോലെ എത്രയോ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാണ്ടുണ്ട്. ജനങ്ങൾക്കറിയാം. ഇതൊക്കെയാണ് പഴയ കാലഘട്ടത്തിലെ ആലിമീങ്ങൾ, പഴയ വലിയ ആലിമീങ്ങളൊക്കെ വാത് പറയുകയും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇന്നത് എത്തിക്കലില്ല. ഈ നഖം മുറിക്കുന്ന വിഷയം തന്നെ ഒരുപക്ഷെ ഈ ആധുനിക യുഗത്തിൽ ഇപ്പോഴുള്ള തലമുറ ആദ്യമായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. ഉറപ്പാണത്. മിക്കവർക്കും അത് അറിയില്ല. അറിയുന്ന ആലിമീങ്ങളുണ്ട്, ഉലമാക്കളുണ്ട്, മുത്തലിമീങ്ങളുണ്ട്. അവരൊഴികെ ബാക്കിയുള്ളവർക്ക് അത്രത്തോളം ഒരു പരിചിതമല്ല. വിഷയങ്ങൾ എത്രയോ നമ്മൾ പഠിക്കാനുണ്ട്, എത്രയോ ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരുന്ന വിഷയങ്ങൾ തന്നെ നമ്മൾ പഠിക്കാനുണ്ട്. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു നമ്മുടെ എത്രയോ ഉമ്മമാര്. ഹജ്ജിന് വേണ്ടി പോകുന്ന സഹോദരി ഹജ്ജിന്റെ സമയത്ത് അവരുടെ മുഖവും മുൻകൈയും തുറന്നിടണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അത് വെളിവാക്കണമെന്നാണ്, അടയ്ക്കാൻ പാടില്ല. മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങൾ ഹജ്ജിന്റെ വേളയിൽ മറക്കാൻ പാടില്ല. ഒഴികെയുള്ള അവയവങ്ങൾ മറക്കണം. മുഖവും മുൻകൈയും ഒഴികെ. മുൻകൈയാണ് കേട്ടോ, മുൻകൈ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്, എടുത്തു പറയുന്നു. ഈ 2 അവയവങ്ങൾ അഥവാ മുഖവും മുൻകൈയും ഒഴികെ. മുഖം എന്ന് പറയുന്നത് അവളുടെ താടിരോമം, പുരുഷന്റെ താടിരോമം മുളയ്ക്കുന്ന ഭാഗം വരെ, അതാണ് മുഖം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മുഖമക്കരയിടുന്ന മിക്ക സ്ത്രീകളും മോഹക്കരയിടുന്ന ഇങ്ങനെയാണ്. അടിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ക്ലിപ്പിട്ടേക്ക്, നല്ല റാഹത്ത്. ഇവരുടെ താടിയില്ല അവർക്ക്, പക്ഷെ ആ താടിയുടെ ഭാഗം വെളിവായിട്ടുണ്ട്. നമസ്കാരം ശരിയാവൂല. മസലയാണ് ഈ പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. മുഖം എന്ന് പറയുന്നത് എവിടെയാണ്? അവന്റെ മുടിയുടെ രോമം കിളുക്കുന്നത്. ഇതൊക്കെ പഠിക്കണം. നമ്മൾ എത്ര വിഷയം പഠിക്കാൻ കിടക്കുന്നു, എത്ര മസല നമ്മൾ പഠിക്കാൻ കിടക്കുന്നു, ഒന്നും അറിയില്ല. 000 കിടക്കാണ് നമ്മൾ. മുടിയുടെ രോമം കിളുക്കുന്ന പോലെ താടി രോമം കിളുക്കുന്നവരെ ഇതാണ്. ചെവിക്കുറ്റി, 2 ചെവിക്കുറ്റി മുതൽ ഇതാണ്. അപ്പം മുഖം മറയ്ക്കുക എന്ന് പറഞ്ഞാൽ, മുഖം ഒഴികെയുള്ള അവയവങ്ങൾ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് മറയ്ക്കേണ്ടത്. അങ്ങനെയാണ് പറയുന്നത്. അതാ മയ്യത്ത് നമ്മൾ പൊതിയുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ, സ്ത്രീകളുടെ മയ്യത്ത് പൊതിയുന്ന കണ്ടിട്ടില്ലേ? ആ രീതിയാണ് വരേണ്ടത്. മിക്ക സ്ത്രീകൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാറില്ല, ഹജ്ജിന്റെ വേളയിൽ ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഒരു ക്ലിപ്പിട്ടേക്കും, കുറച്ചിവിടെ ഇങ്ങനെ തുറന്നിട്ടേക്കും, നല്ല കാറ്റ് കയറിക്കോട്ടെ, റാഹത്ത്.
മസാല ശ്രദ്ധിച്ചില്ലേ അമല് പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം ഈ വിഷയങ്ങൾ, വളരെ ശ്രദ്ധിക്കണം. വീട്ടിൽ നമ്മുടെ സഹോദരിമാരെ നിസ്കാരം ശ്രദ്ധിക്കണം, ഭാര്യയുടെ ശ്രദ്ധിക്കണം. ഇത് പ്രത്യേകം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അറിവില്ലായ്മ കൊണ്ടാണ്, പറഞ്ഞു കൊടുക്കണം. വിവരങ്ങളൊക്കെ ഒരു തെളിപ്പെടുത്തി കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, സ്ത്രീകൾ ഔറത്ത് മറക്കണേ, ഔറത്ത് മറക്കണേ. ഹജ്ജിന് വേണ്ടി പോയതാകുന്ന ഒരു സഹോദരി, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഒരു സഹോദരി, ഹജ്ജിന്റെ നിർബന്ധമായ ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുന്ന വേളയിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങൾ മറച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ തലയിൽ നിന്ന് ഒരൊറ്റ തലമുടി മാത്രം വെളിവായിരിക്കുകയാണ്. ലൗ ലഹറത് ശഅറത്തും മിൻ ശഅറാതിഹാ വതാഫത് ബിൽ ബൈത്ത്. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ മജ്മൂഇൽ രേഖപ്പെടുത്തുകയാണ്, ശർഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുകയാണ്. ഹജ്ജിന് വേണ്ടി പോയ സഹോദരിയാണ്, ഹജ്ജിന്റെ നിർബന്ധമായ തവാഫ് ചെയ്യുകയാണ്. മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങൾ മറച്ചിട്ടുണ്ട്, എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ തലയിലെ രോമം മുഴുവൻ അവളുടെ നെറ്റിത്തടത്തിലേക്ക് കടക്കുകയാണ്. ഒരൊറ്റ രോമം മാത്രമേയുള്ളൂ, ഒരു മുടിക്കഷണം മാത്രമേയുള്ളൂ. വതാഫത് ബിൽ ബൈത്ത്, പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്തുവെങ്കിലും റജഅത് ബിഗൈരി ഹജ്ജിൻ, ഹജ്ജിന്റെ കൂലി കാമിലാകാതെയാണ് അവൾ മടങ്ങുന്നതെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്. സാര കളിയാണോ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞു? റജഅത് ബിഗൈരി ഹജ്ജിൻ, ഹജ്ജില്ല. നാട്ടിൽ വന്ന് ഹജ്ജുമ്മ എന്നൊക്കെ പറയാച്ച അവിടെ നിൽക്കട്ടെ, എൻ്റെ ഹജ്ജ് ശരിയായിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഹജ്ജിനൊക്കെ പോകുന്നതിന് മുമ്പ് ഹജ്ജ് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കും. ഇത് ക്ലാസ്സിലൊന്നും പോകില്ല, ഒരു പുസ്തകം എടുത്ത് കൈ വെച്ചിട്ടുണ്ട്, പോക്കറ്റ് വെച്ചിരിക്കും. അതുകൊണ്ട് നമുക്കതിൽ അവിടെ പോകുമ്പോൾ ഈ പുസ്തകം നോക്കി ഇങ്ങനെ നടക്കുക, എവിടെയോ തട്ടി താഴോട്ട് വീണ്, പിന്നെ എവിടെ തവാഫെന്ന് പോലും അറിയാൻ പോലും, തവാഫിന്റെ സ്ഥലവും മറന്ന് ഈ പുസ്തകം കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതൊക്കെ ഇവിടുന്ന് തന്നെ പഠിക്കണ്ടേ. അടുത്ത കൊല്ലം ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ ഇപ്പോഴേ തയ്യാറെടുക്കണം, നേരത്തെ തന്നെ റെഡിയാകണം. മസാലകളൊന്നും അറിയില്ല, ഒരു വിഷയങ്ങളും പഠിക്കൂല, ശ്രദ്ധിക്കൂല. സമയമാകുമ്പോഴത്തേക്കും കെട്ടുംകടയൊക്കെ എടുത്ത് അച്ചാറൊക്കെ എടുക്കുക, അച്ചാറ് ബീഫ് ഒലത്തിയത് ഒക്കെ കറക്റ്റ് ചെയ്യുക, കുറച്ച് ദിവസം ഇരിക്കുന്നത് തന്നാൽ മതി. ഇതെല്ലാം സാധനം എല്ലാം റെഡിയാക്കുക. ചമ്മന്തിപ്പൊടി അതൊക്കെ കൊണ്ടുപോവുക, അവലോസ് പൊടി, ഇതൊക്കെയാണ് ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. ബാഗിനകത്ത് ഇതൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് ഇത് അവലോസ് പൊടി നിന്റെ തീർതാ, എൻ്റെ ഉണ്ട് വാ എന്ന് പറഞ്ഞു. ഇതാ പരിപാടി. ആഹാരം കൊണ്ടുപോകണേന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൊണ്ടുപോകുന്ന ഇതാ തഖ്വയല്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വേറെ വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും അങ്ങനെ ഹജ്ജിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ പോലും ഒരൊറ്റ മുടിക്കഷ്ണം, ഒരൊറ്റ മുടി മതി. ലൗ ലഹറത് ശഅറത്തും മിൻ ശഅറാതിഹാ വതാഫത് ബിൽ ബൈത്തി റജഅത് ബിഗൈരി ഹജ്ജിൻ, ഒറ്റ മുടിക്കഷ്ണം വെളിവായാൽ ഹജ്ജില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എത്രയെത്ര സഹോദരിമാരാണ് തലമറയ്ക്കാത്ത സഹോദരിമാരില്ലയോ? പർദ്ദ ധരിക്കുന്ന സഹോദരിമാര് തന്നെ തലമറയ്ക്കാത്തവരില്ലയോ? തലമറയ്ക്കൽ ഒരു ഷാൾ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുക. സ്കൂളിൽ നമ്മളെ മക്കളെ പറഞ്ഞു വിടും, മാന്യമായ രീതിയിൽ അവർ മറക്കുന്നില്ലല്ലോ. അവരത്ത് ഒളിവാക്കിക്കൊണ്ട് നടക്കാൻ, കഴുത്ത് വെളിവാക്കിയിരിക്കാൻ, നെഞ്ചിന്റെ പകുതി ഭാഗം വെളിവാക്കിയിരിക്കാൻ, നൈറ്റി അടിപ്പിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇങ്ങനെ ഇറക്കത്തിലങ്ങ് അടിപ്പിക്കും, കുറച്ച് ബാക്ക് ഭാഗം നല്ല ഇറക്കത്തിലടിപ്പിക്കും. എന്താണിത്? ഒരല്പസ്വല്പം വീട്ടിനുള്ളിൽ നിന്റെ ഔറത്ത് പറഞ്ഞിട്ടുണ്ട്. അന്യപുരുഷന്മാരുടെ മുന്നിലാണ് ഈ പറയുന്നതൊക്കെ. വീട്ടിനുള്ളിൽ യജൂസു ലഹാ മിൻ ഗൈരി തബർറുജിൻ അൽ വജ്ഹ വറഅസ വറഖബത വൽ കഫൈനി വൽ കഅബൈനി വതസ്റു മാ സിവാ ദാലിക. ഒരു പെണ്ണിന് വീട്ടിന്റെ ഉള്ളിൽ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾക്ക് മുന്നിൽ, സ്വന്തം മക്കൾ ഭർത്താവിന്റെ ഒക്കെ മുന്നിൽ അവൾക്ക് വെളിവാക്കാൻ പറ്റുന്നത് അൽ വജ്ഹ, മുഖം വെളിവാക്കാം, വറഅസ, തല വെളിവാക്കാം, വറഖബത, പിരടി വെളിവാക്കാം, വൽ കഫൈനി, രണ്ട് മുൻകൈ വെളിവാക്കാം, വൽ കഅബൈനി, രണ്ട് കാലിന്റെ നെരിയാണി വരെയുള്ള ഭാഗങ്ങളും വെളിവാക്കാം. അത്രേ ഉള്ളൂ. മുറ്റമടിക്കാൻ പോവാണ്, ഇങ്ങോട്ട് വാരിയിട്ട് ഇങ്ങോട്ട് കുത്തുക പറ്റുമോ? പറ്റൂല. ഒക്കെ ശ്രദ്ധിക്കണം. ആരും ഇല്ല എങ്കിൽ നമ്മുടെ ചുറ്റോട്ട് മതിൽക്കെട്ടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നതാണ്. ആരുമില്ല, ചുറ്റുവട്ടം നമ്മൾ മതിൽക്കെട്ടിനുള്ളിലാണ് ആയിക്കോട്ടെ, എങ്കിൽ തന്നെയും തൊട്ടടുത്തിട്ടുള്ള വീടുണ്ടോ, ആ വീടിന്റെ മട്ടുപ്പാവിൽ നിന്നുണ്ട് അയൽവാസി ക്യാമറയിൽ സൂം ചെയ്തിട്ട് അവൻ പിടിക്കുന്നുണ്ടോ ഹേവാൻ, ഇത് നമ്മൾ നോക്കണം. ഒക്കെ ശ്രദ്ധിക്കണം. കാലഘട്ടം വളരെ മോശമാണ്. എത്രയോ സമൂഹത്തിൽ നടക്കുന്നു.
ഈ അടുത്ത് നമ്മൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കണ്ടില്ലേ, സ്വന്തം ഭർത്താവില്ലാത്ത സമയത്ത് പ്രവാസിയാകുന്ന ഭർത്താവിന്റെ വീട്ടിലേക്ക് ആ പാവപ്പെട്ട സഹോദരിയുടേതാകുന്ന കുളിസീൻ പകർത്തിയിട്ട്, അവൾ അറിയാതെ ഒളിക്യാമറ വെച്ച് പകർത്തിയിട്ട് അത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. എനിക്ക് വഴങ്ങണം കേട്ടോ, രാത്രിയാകുമ്പോ എന്നെ പറമ്പിലോട്ട് വന്നേക്ക്, നമുക്ക് റാഹത്താക്കിയൊക്കെ ഹയാത്താക്കാന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലില്ലേ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സ്ത്രീകൾ പേടിച്ചിട്ടില്ലെങ്കിൽ ഇത് ഫേസ്ബുക്കിലിടും, വാട്സാപ്പിലിടും, ലോകം മുഴുവൻ പ്രചരിപ്പിക്കുമെന്ന് പറയുമ്പോൾ സ്ത്രീകളെ പെട്ടുപോവാൻ. ഒരിക്കലും നിങ്ങൾ അത്തരത്തിൽ പെട്ടുപോകുന്ന ചിന്തിക്കണ്ട. അത് വേഗം തന്നെ നിങ്ങൾ ഭർത്താവിനെ അറിയിക്കണം. അതാണ് യഥാർത്ഥ ഭാര്യമാര് ചെയ്യേണ്ടത്. വേഗം തന്നെ അറിയിക്കണം. അത് നിങ്ങൾ മടിച്ചു നിൽക്കണ്ട, പെട്ടുപോകരുത്. കാരണം നിങ്ങൾ അവനുപയോഗിച്ച് അടുത്ത കൂട്ടുകാരൊക്കെ പങ്കുവെക്കും. അത് ഖിയാമത്ത് നാൾ വരെ തുടരും. വലിയ അപകടമാണ്. ബസ്സിൽ കയറുമ്പോ സ്ത്രീകളുടെ ശരീരത്തിൽ തൊടുന്നു, മിണ്ടാതിരിക്കണ്ട, പ്രതികരിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൊണ്ട് ഒരു പെണ്ണ് പ്രതികരിക്കുന്നത്, നല്ല രീതിയിൽ പ്രതികരിച്ചു. ആ പെണ്ണ് അവനെ കർണക്കുറ്റുമൊക്കെ ഒരു അടി കൊടുക്കുന്നു. വീഡിയോ ഇപ്പോഴും ഉണ്ട്, യൂട്യൂബിൽ കാണാം. അങ്ങനെ പ്രതികരിക്കണം. നിങ്ങൾ അടിക്കാൻ നിന്നില്ലേലും അവിടെയുള്ള കണ്ടക്ടറോടോ അല്ലെങ്കിൽ ബസ് ഡ്രൈവറോടോ അല്ലെങ്കിൽ മറ്റടുത്തിരിക്കുന്ന പുരുഷന്മാരോടോ പറഞ്ഞിട്ട് പ്രതികരിക്കണം. പ്രതികരിക്കാതിരിക്കരുത്. കാരണം ഈ തോണ്ടലും തടവലും പിറ്റേ ദിവസം ഒരു കൂടുകയുള്ളൂ, കുറയൂല ഒരിക്കലും. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സമൂഹം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഒന്നുകൂടി ജാഗരൂകരാകണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മുടെ വസ്ത്രവിധാനം ശ്രദ്ധിച്ചാൽ മതി. വസ്ത്രവിധാനം ശ്രദ്ധിച്ചാൽ തന്നെ ഇതൊക്കെ തടയിടും. ഒരാൾ തൊടാൻ പോലും വരൂല. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അല്ലയോ നബിയേ യാ അയ്യുഹൻ നബിയോ, ഹബീബായ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് ഖുർആൻ ഉറപ്പെടുത്തുകയാണ്, അല്ലയോ പ്രവാചകരെ, ഖുൽ ലിഅസ്വാജിക്, തങ്ങളുടെ ഭാര്യമാരോട് ആദ്യമായി ഉപദേശിക്കണേ, വബനാതിക, തങ്ങളുടെ പെൺമക്കളോടും ഉപദേശിക്കണേ. തീർന്നില്ല വനിസാഇൽ മുഅ്മിനീൻ, ലോകത്തുള്ള സർവ്വവിശ്വാസികളുടെ ഭാര്യമാരോടും പറയണേ. അവർക്ക് ഉത്ബോധനം നടത്തണേ. അവരറിവില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാണ്, അവർ പാപികളാണ്, ദോഷികളാ. അവർക്ക് പറഞ്ഞു കൊടുക്കണേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, അവരുടെ തലയിലിട്ടിരിക്കുന്ന തട്ടം കൊണ്ട് അവരുടെ മുഖം കൂടി അന്യപുരുഷന്മാരിൽ നിന്ന് മറക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നാരാണിത് ശ്രദ്ധിക്കുന്നത്? ആലിമീങ്ങൾ മാത്രം അവരുടെ ഭാര്യമാരെ ശ്രദ്ധിച്ചാൽ മതിയോ? ഉലമാക്കൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? പാടില്ല. ഖുർആൻ പറഞ്ഞത് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടുമാണ്. ആലിമീങ്ങളുടെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ ഉലമാക്കളുടെ ഭാര്യമാര് മാത്രം ഇത് ശ്രദ്ധിച്ചാൽ പോരാ. മുതഅല്ലിമീങ്ങളുടെ സഹോദരിമാരോ അവരുടെ ഉമ്മമാരോ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ലോകത്തുള്ള മുഴുവൻ സഹോദരിമാരും അന്യരായ വ്യക്തികളെ കാണുമ്പോ അവരുടെ മുഖം മറക്കണേ, മുഖകമലം മറക്കണേ എന്ന് വിശുദ്ധ ഖുർആനാണ് ഈ പറഞ്ഞത്. തള്ളിക്കളയുന്നവന് തള്ളിക്കളയാ, തീർന്ന് ആഖിറത്ത് നഷ്ടപ്പെട്ടു. അല്ലാഹു ആക്കട്ടെ. നമ്മൾ കാണുന്നുണ്ടല്ലേ, പെണ്ണുങ്ങൾ ബുർഖയൊക്കെ ധരിച്ച് മുഖം മറച്ചിട്ട് പോകുന്ന കാണുന്നുണ്ട്. ഓ, അത് മുസ്ലിയാരുടെ ഭാര്യയായോണ്ടാണ്, അവർക്കും അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. എടാ, ഖുർആൻ ഓതി പഠിക്കുന്ന ശരിക്ക്. വനിസാഇൽ മുഅ്മിനീൻ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെ ഭാര്യമാർക്കും തങ്ങൾ പറഞ്ഞു കൊടുക്കണം. നീ വിശ്വാസിയാണോ? എന്നാ ഇത് അംഗീകരിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
വസ്ത്രം ധരിച്ചാൽ പോരാ, കാല് മറച്ചാൽ പോരാ, തല മറച്ചാൽ പോരാ, ശരീരം മറച്ചാൽ പോരാ, മാറു മറച്ചാൽ പോരാ, ഔറത്തുകൾ മറച്ചാൽ പോരാ, ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും അന്യപുരുഷന്മാര് മറയ്ക്കണം. നീ ഭർത്താവാ, നിന്റെ മുന്നിൽ മറച്ചു പിടിക്കാൻ പാടില്ല, അതവർക്ക് തെറ്റാണ്. നിന്റെ മുന്നിൽ നീ ആവശ്യപ്പെടുന്ന സമയത്ത് മറച്ചു പിടിച്ചാൽ അത് തെറ്റാണ്, അതവൾക്ക് കുറ്റം കിട്ടും. അതല്ല ഈ പറയുന്നത്, അന്യപുരുഷന്മാരിൽ നിന്ന് മറക്കണം. അത് പറയുമ്പോൾ ചില ഫെമിനിസ്റ്റുകൾക്ക് ഇളവും. ഓ അത് പറ്റൂല, ഞങ്ങൾ തുറന്നിട്ടോ. ഇത് മുസ്ലിമീങ്ങളോടുള്ള ഉപദേശമാണ്, ദീനനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിം സഹോദരിമാരോടുള്ള ഉപദേശമാണ്, ഖുർആന്റെ ഉപദേശമാണ്. ഇത് കുമ്മന ഉസ്താദ് കൊണ്ടുവന്നതല്ല, ഖുർആനാണിത്, ഖുർആനാണ്. വനിസാഇൽ മുഅ്മിനീൻ വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك أدنى أن يعرفن فلا يؤذين. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആലപ്പുഴ ജില്ലയിലുള്ള പ്രിയപ്പെട്ടതായ പുറക്കാടുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. ലോകത്തുള്ള മുഴുവൻ സഹോദരിമാരോടും വിശ്വാസികളായ സഹോദരിമാരോടുള്ള ഖുർആനിന്റെ വിളംബരമാണ്. അന്യപുരുഷന്മാരുടെ മുന്നിൽ നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും മറക്കണേ, പ്രത്യേകിച്ച് മുഖം കൂടി മറക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. എന്തിനെന്നറിയുമോ? ഖുർആൻ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അവൾ പതിവ്രതയാണെന്ന് തിരിച്ചറിയുക. മുഖം മറച്ച് നടക്കുന്നവളെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. നല്ല പെണ്ണാണ്, നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണാണ് എന്ന് തിരിച്ചറിയുന്നത് മുഖം മറച്ച് നടക്കൽ കൊണ്ടാണ്. ആരാ ഇത് പറഞ്ഞത്? ഖുർആൻ. ഞാനല്ല, ഖുർആനാണിത്. അവരെ തിരിച്ചറിയും. എങ്ങനെ? ആ പോകുന്ന പെണ്ണാണ്, അവൾ കുടുംബത്തിൽ പിറന്ന പെട്ടാ, അല്ല ദീനുണ്ട് കേട്ടോ, ദീനുണ്ടെന്ന് തിരിച്ചറിയും. അങ്ങനെയാണല്ലോ നമ്മളങ്ങനെ മനസ്സിലാക്കലുണ്ട്. ബുർഖയൊക്കെ ധരിച്ച് നല്ല നിൽക്കുന്ന ഒരു പെണ്ണ്, വേറെ രാജ്യത്തോട്ട് വേറെ സംസ്ഥാനത്തോട്ടൊക്കെ പോയ പ്രശ്നമാണ്. ഇത് ധരിച്ചുകൊണ്ട് സിനിമാ കോട്ട ഇരിക്കുന്ന താത്താമാരെ കാണാം, അത് വേറെ. ബുർഖയൊക്കെ ധരിച്ച് അത് പിന്നെ വേറെ രീതിക്ക് വേഷവിധാനമായിട്ട് നടക്കുന്നവരുണ്ടാവും. തുണി ഇടാതെ നിന്നിട്ട് സെക്സ് റാക്കറ്റ് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും ഉണ്ട് ഒരു തലമറക്കല്. ശ്രദ്ധിച്ചിട്ടുണ്ട്? സെക്സ് റാക്കറ്റിൽ പിടിച്ച് എറണാകുളത്ത് ഭാഗത്ത് മസാല നടി രേഷ്മ അടക്കം കഴിഞ്ഞ കൊല്ലം പിടിച്ചിട്ടുണ്ടായിരുന്നു. പിടിച്ച സമയത്ത് എന്താ ഭയങ്കര മറച്ചു കിടക്കുക, റാഹത്ത്. ജീവിതത്തിൽ ഇതിനു മുമ്പ് മറക്കണേ മറക്കത്തില്ല, നമുക്ക് തുറന്നിടണം, കാറ്റ് കിട്ടണം എന്ന് പറഞ്ഞ് നടന്നവരാ. പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മീഡിയയുടെ മുന്നിൽ മറച്ചിട്ടുണ്ട് കിടക്കണം. ആണോ ഇല്ലേ? എന്തിനാ മറക്കുന്നത്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് മറച്ചു. കേരളക്കര മുഴുവനും ഒന്നടങ്കം ചുംബന സമരത്തിൽ നേതൃത്വം കൊടുത്തതാകുന്ന പശുപാലനടക്കം അവസാനം അവന്റെ ഭാര്യ രശ്മിയെ പിടിച്ച സമയത്ത് അപ്പൊ അവര് എല്ലാം മറക്കുക, ജനങ്ങളുടെ മുന്നിൽ മറഞ്ഞടക്കുക, ക്യാമറക്ക് മുന്നിൽ വരും, ഓടി മാറുന്നു, ഭയങ്കര പരിപാടി. മുമ്പ് ഇതിന് ഷൂട്ടിംഗ് നടന്നിക്കൊണ്ടിരുന്ന ആളുകൾ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തിനാ അത്? അപ്പൊ ഖുർആൻ പറഞ്ഞ പോലെ ജീവിച്ചോ. പതിവ്രതയാണ് എന്ന് തിരിച്ചറിയാൻ നിദാനമാണ് ഒരു പെണ്ണ് ബുർഖയിട്ട് നടക്കലെന്ന് വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല. രണ്ടാമത്തെ കാര്യം ഖുർആൻ പറയുന്നു, അതാണ് ഏറ്റവും നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കട്ടെ, ഏറ്റവും വലിയ കാര്യം അതാണ്. ഈ ദുനിയാവിൽ അവരെ ശല്യം ചെയ്യുകയില്ല. ഒരാള് പോലും അവരെ ശല്യം ചെയ്യാതിരിക്കാൻ നിദാനമാണ് മുഖം കൂടി മറച്ച് നടക്കലെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഖം കൂടി മറച്ചു കിടന്നാൽ ഈ ദുനിയാവിൽ ഒരൊറ്റ ഒരാളും അവളെ ചൂടടിച്ച് പുറകെ പോകില്ല. ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ മകള് പ്രായപൂർത്തി എത്തിയ തലം മുതൽ അവളെ നമ്മൾ മദ്രസയിലേക്ക് വിടുമ്പോഴും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സ്കൂളിലേക്ക് വിടുമ്പോഴും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഔറത്ത് മറച്ചിട്ട് നടന്നാൽ, അതിന് പറ്റിയ സ്കൂളുകളില്ല. മുസ്ലിം സ്കൂളുകളൊക്കെ ആ രീതിയിലേക്ക് ക്രമീകരിക്കുന്ന രീതിയിലാകണം. ഇല്ലെങ്കിൽ മലബാർ ദേശത്ത് ഔറത്ത് മറച്ചുകൊണ്ട് സ്ത്രീകൾ പഠിപ്പിക്കുന്ന എത്രയോ കലാലയങ്ങളുണ്ട്, നമ്മൾ അങ്ങോട്ട് വിടണം. ഇതിനനുസരിച്ച് ജീവിക്കണ്ടേ? നമ്മൾ ആ രീതിക്ക് പോകണം. ഇങ്ങനെ മുഖം മറയ്ക്കുന്ന രീതിയിൽ നടക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരാളും അവളെ ശല്യം ചെയ്യൂല. എന്തുകൊണ്ട്? അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യം ഇന്ന് വരെ മറ്റുള്ളവർ കണ്ടിട്ടില്ല,
കാണുമ്പോഴാണല്ലോ ഷൂളടിക്കാൻ തോന്നുക. 350 ബുള്ളറ്റിനെടുത്ത് അതിന്റെ ബൂട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ പുറകെ നിൽക്കാൻ തോന്നുന്നത് എപ്പോഴാ? കണ്ടു കഴിയുമ്പോഴാണ്. പെണ്ണിന്റെ സൗന്ദര്യം കണ്ടു കഴിയുമ്പോൾ അത് കൊള്ളാടാ എന്ന് കരുതിക്കൊണ്ട് പോകും. ഇത് മറച്ചിട്ട് നടക്കുന്ന ഒരു പെണ്ണിനെ ഇന്നുവരെ കണ്ടിട്ടില്ല. ഒരു കറുത്ത ഒരു സാധനം ഇങ്ങനെ അവിടെ പോകുന്നതാണ്, എന്താ സംഭവം മനസ്സിലായിട്ടില്ല. ആരും പുറകെ പോകില്ല. അതാണ് ഖുർആൻ പറയുന്നത്, ഫലാ യുദൈന, ശല്യം ചെയ്യുകയില്ല അവളെ. പരിശുദ്ധമായ ഖുർആൻ. വീട്ടിൽ നിന്ന് ബുർഖ ഇട്ടുകൊണ്ട് പോയി, കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് റാഹത്തല്ലേ എന്ന് ചോദിച്ചോണ്ട് ഇത് പൊക്കിക്കൊണ്ടിരിക്കുന്നതല്ല. അങ്ങനെയാണെ പോയി. ഇത് പരിപൂർണ അർത്ഥത്തിൽ അതേ നിലയ്ക്ക് നിൽക്കുക. നമ്മുടെ മിക്ക സഹോദരിമാർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മക്കളിൽപ്പെട്ട പല സഹോദരിമാർക്കും സംഭവിച്ച വിഷയം എന്താ? വീട്ടിൽ നിന്ന് നല്ല മഫ്തൊക്കെ ഇട്ട് നല്ല മുഖത്ത് നല്ല പിന്നൊക്കെ കുത്തി റാഹത്തായിട്ട് പോകും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നുമില്ല, തലയിൽ തട്ടോ ഇല്ല, ഒന്നുമില്ല, ഒക്കെ മാറ്റി ബാഗിനകത്ത് വെച്ചിട്ട് റാഹത്തായിട്ട് വേറെ ഏതോ സമുദായത്തിൽപ്പെട്ടതുപോലെ ആയി തോന്നും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന, ഇത് പറഞ്ഞിട്ടേ ഈ സമൂഹം അറിയണ്ടേ. തെറ്റാണ് മക്കളെ, തെറ്റാണ്. പിന്നെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ട് പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. ഖുർആൻ പറയുന്നു, ഒരാൾ പോലും നിന്നെ ശല്യം ചെയ്യുകയില്ല നീ ബുർഖ ധരിച്ച് നടന്നാൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം. എങ്കിലേ നമ്മൾ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന എത്ര ആളുകളുണ്ട്, കൊണ്ടുവന്ന എത്ര സഹോദരിമാരുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നില്ലയോ? മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നില്ലയോ? വദുകുറു ഫിൽ കിതാബി മറിയം ഇദാ തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയാ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറ سويا قالت إني أعوذ بالرحمن قالت إني أعوذ بالرحمن منك إن كنت تقيا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഓർക്കണേ, ചിന്തിക്കണേ, ലോകത്ത് എത്രയെത്ര സമുന്നതരാകുന്ന വ്യക്തികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ സഹോദരിമാര് കോടിക്കണക്കിന് അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. എത്രയോ ആബിദത്തുകളായ വനിതകളുണ്ട്. എത്രയോ ലോകത്ത് സമുന്നതരാകുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ കൂട്ടത്തിൽ 114 സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് പറഞ്ഞ ഒരു മഹിളയാണ് മറിയം ബീവി അലൈഹിസ്സലാം. അവരുടെ പേരിൽ ഇതാ ഒരു സൂക്തമാണ് സൂറത്തു മറിയം. അതിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞു തരുകയാണ്, വഖുറു ഫിൽ കിതാബി മറിയം. അല്ലയോ നബിയേ, നബിയേ, തങ്ങളെ ഇബ്രാഹിം നബിയെ കുറിച്ച് മാത്രമല്ല ലോകത്തുള്ള അമ്പിയാക്കളെ കുറിച്ച് സ്മരിക്കുന്നത് പോലെ തങ്ങൾ സ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്, തങ്ങൾ സ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മറിയം ബീവി, മറിയം ബീവി. അതുകൊണ്ട് വദുകുറു ഫിൽ കിതാബി മറിയം, ആ മറിയമിനെ കുറിച്ച് തങ്ങൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണേ. ഇദാ തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയാ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയാ. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം കിഴക്ക് ഭാഗത്തേക്കായിട്ട് ഒരു മഠമുണ്ടാക്കി അതിനുള്ളിൽ ഇബാദത്തിനായി കഴിഞ്ഞുകൂടവേ, ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ചറപ്പിന് സുജൂദിൽ കഴിഞ്ഞുകൂടവേ, ഇബാദത്തെടുത്ത് കഴിഞ്ഞുകൂടവേ, അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ മനുഷ്യകോലത്തിൽ പറഞ്ഞേക്കുകയാണ്, ഒരു മലക്കിനെ മനുഷ്യകോലത്തിലേക്കുകയാണ്. ഫതമസ്സല ലഹാ ബശറൻ സവിയാ.
മനുഷ്യനാണ് 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 മനുഷ്യന്റെ രൂപത്തിലാണ് കടന്നു വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് മലക്കാണ്. പടച്ച റബ്ബി കടുത്ത കഴിവിലൂടെ ആ മലക്ക് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. നല്ല സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ മറിയം ബീവിയുടെ റൂമിൽ കടന്നു വന്നപ്പോ ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്, നീ റബ്ബിനെ പേടിക്കുന്നവനാണ് എങ്കിൽ റഹ്മാനായ റബ്ബിനോട് നിന്നെ തൊട്ട് ഞാൻ ശരണം തേടുകയാണ്. മാറിപ്പോകണേ മാറിപ്പോകണേ, നിന്നെ തൊട്ട് ഞാൻ ശരണം തേടുന്നു എന്ന് മറിയം ബീവി പറഞ്ഞ കാര്യം ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കണേ നബിയേ. ഇത് പറഞ്ഞു കൊടുക്കുക ഈ സമൂഹത്തിന്. നമ്മുടെ സഹോദരിമാരാ, ഒരു ചെക്കൻ അവിടെ കണ്ട്, ചുള്ള ചെക്കൻ, അവന്റെ അടുത്തോട്ട് എങ്ങനെയെങ്കിലും എത്താൻ വേണ്ടി ബസ്സിന് ബാക്കിൽ നിൽക്കായിരുന്നു, പതുക്കെ ഫ്രണ്ടിലോട്ട് പോകും, അല്ലെങ്കിൽ ബാക്കിലോട്ട് പോകും. അവനൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ഒരു 10 മിനിറ്റ് അവനോട്ട് വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ. എടാ, ഇവിടെ ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ കയറി വണ്ടി ചേർത്തലയിൽ എത്തിയപ്പോഴേക്കും അവിടെ ഒരു പയ്യൻ അവളുടെ ക്യാബിനിലേക്ക് കയറി. വണ്ടി എറണാകുളത്ത് എത്തിയപ്പോഴത്തേക്കും രണ്ടുപേര് തമ്മിൽ പ്രണയത്തിലായി. തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും രണ്ടുപേരും ടോയ്ലറ്റിൽ പോയി ശാരീരികമായി ബന്ധപ്പെട്ട് ഷൊർണൂർ എത്തുമ്പോൾ രണ്ടുപേരും ഇറങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലം. പറഞ്ഞ സമയമുള്ളൂ. സംഭവം ഒരു 3 മണിക്കൂർ യാത്ര ചെയ്തോളൂ. എല്ലാം കഴിഞ്ഞ് കൊടുക്കേണ്ട മുഴുവൻ കൊടുത്തിട്ട് ഞാൻ പോയിക്കോട്ടോ, അസ്സലാമു അലൈക്കും, അടുത്ത വർഷം കാണാം. ഇതാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. ഒരു സെക്കൻഡിനുള്ളിൽ വിലപ്പെട്ടത് മുഴുവനും അവൾ കൊടുക്കാൻ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ. വിലപ്പെട്ടതുണ്ടായിരുന്നു, അത് മുഴുവനും കൊടുത്തു സെക്കൻഡിനുള്ളിൽ. അഥവാ കുറഞ്ഞ സമയം കൊണ്ടാണ് പ്രണയങ്ങൾ രൂപപ്പെടുന്നത്. കുറഞ്ഞ സമയം. ഒരാളെ കണ്ടു, ഒരിക്കൽ ഇങ്ങനെ ചിരിച്ച്, അവന് കോൾഗേറ്റിന്റെ പരസ്യമായിരുന്നു, അവനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര റാഹത്ത്, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോഴേ അങ്ങ് എന്താ സംഭവം, നീ അവനെ ഇഷ്ടപ്പെടാനത് നല്ല ഇളിയാണ്, നല്ല ചിരി, പാപ്പായെ പോലെ നല്ല, അതാ കാരണം. ഇതാണ് അങ്ങനെ സെക്കൻഡിനുള്ളിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാലം. എന്തോ ചിന്തിച്ചു നോക്കിയേ. എന്നിട്ട് അവസാനം തള്ളിപ്പറയുന്നത് ആരെയാ? 20 വർഷം അവൾക്ക് ഭക്ഷണം കൊടുത്ത, അവളുടെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിച്ച, അവൾക്ക് വേണ്ടി പണിയെടുത്ത പാവപ്പെട്ട പ്രിയപ്പെട്ട ഭർത്താവിനെയും അവരുടെ പ്രിയപ്പെട്ട ഉപ്പയെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇതര സമുദായത്തിലെയും മുസ്ലിം സമുദായത്തിലെ തന്നെ അവൾ കന്യനാകുന്ന ചെറുപ്പക്കാരോടൊപ്പം കോടതി മുറിയിൽ വെച്ചിട്ട് ഈ ഉപ്പ എനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സഹോദരിമാരില്ലേ? അല്ലേ കാലഘട്ടം. ആ ഉപ്പാടെ നെഞ്ചത്തടിക്കുക. 20 കൊല്ലം 30 കൊല്ലം അവൾക്ക് ഭക്ഷണം കൊടുത്ത വാപ്പായെ പറയാ, ഈ വാപ്പ ഒന്നും എനിക്കൊന്നും തന്നിട്ടില്ല. പിന്നെ ആരാ തന്നത്? 5 മിനിറ്റ് കല്യാണത്തിൽ വീട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇളിച്ച കാക്കായാണ് അവൻ്റെ അവിടെ പോയേക്ക്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് സംസാരിച്ച് ഭയങ്കര പ്രണയം. അവസാനം വടകര ഉള്ള ഒരു ചങ്ങായി കൊല്ലത്ത് വന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും 85 വയസ്സുള്ളൊരു കാക്ക, ഞാൻ തന്നെയാണ് നിനക്ക് വാട്സാപ്പിൽ ഇത്രയും നാൾ മെസ്സേജ് അയച്ച്, ബാ പോവാ. അവളെ ബോധം കെട്ട് വീണിട്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇതൊക്കെ ഉണ്ടായ ചരിത്രമാണ്, വെറുതെ പറയല്ല. ബോധം കെട്ട് അവിടെ വീണിട്ട് അവസാനം റെയിൽവേ പോലീസ് പൊക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെള്ളം തെളിച്ച് ചോദിച്ചപ്പോൾ ഇതാ അവസ്ഥ. ഫോൺ വിളിക്കുമ്പോൾ നമ്മളവർക്ക് നല്ല ചൊറുക്കുള്ള നല്ല കാക്കാന്ന്. 85 വയസ്സുള്ളൂ, ചാകാറായി നിൽക്കുമായിരുന്നു. അവസാനം അതിനു മുമ്പായിട്ട് ഒരു മധുവിധു ആഘോഷിക്കാന്ന് കരുതിയാണ്. അള്ളാഹു നമ്മുടെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് കിന്നാരം കേട്ടുകൊണ്ട് വർത്തമാനം കേട്ടുകൊണ്ട് നീ ഇറങ്ങണ്ട. ജീവിതം കൈപ്പുള്ളതാണ്, വളരെയേറെ അപകടത്തിലേക്ക് നീ എത്തും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നീ നിന്റെ വാപ്പയും ഉമ്മയും പറയുന്ന രീതിക്ക് നിന്റെ വാപ്പയും ഉമ്മ ഒരിക്കലും നിന്നെ അപകടത്തിൽ കൊണ്ടുപോകില്ല. അവർ കൊണ്ടുപോകുന്നത് നിന്നെ ഹൈറായ നിലയ്ക്കാണ്. നല്ല രീതിയിൽ, നല്ല വീട്ടിൽ, നല്ല കുടുംബമാണ് അവർ നോക്കുന്നത്. നീ എന്താ മനസ്സിലാക്കിയത്? അത്തരത്തിലുള്ള ഒരു കുടുംബത്തിലേക്ക് തന്നെ, നല്ല ഒരു കുടുംബത്തിലേക്ക് തന്നെ നിന്നെ പറഞ്ഞയച്ചാൽ പോലും വാപ്പയ്ക്കും ഉമ്മയ്ക്കും അന്നത്തെ രാത്രിയിൽ ഉറക്കമില്ല, നെഞ്ചിടിപ്പാണ്. അന്നത്തെ രാത്രിയിൽ എന്നല്ല, എന്നും നിന്നെ ഓർത്തിട്ട് നെഞ്ചിടിപ്പാ ഒരു തീക്കനലാണ്. കാരണം അവിടെയും നീ റാഹത്തായ നിലയിൽ കഴിയുമോ എന്നുള്ള ചിന്ത. അപ്പൊ നീ വേറെ രീതിക്ക് പോയാലോ? അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അത്തരത്തിൽ ചെയ്തിട്ടുള്ള സഹോദരിമാരാരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കണം ഉപ്പയോടും ഉമ്മയോടും. എത്രയും പെട്ടെന്ന് തൗബ ചെയ്തു പോയ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറിയ വിഷയമല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നി ലഉബഗിദുൽ മർആ തഖറുജു മിൻ ബൈതിഹാ വതജറു ദൈലഹാ വതസ്തകീ അൻ സൗജിഹാ
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് സ്വഹാബ, ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ്. തഖറുജു മിൻ ബൈതിഹാ, അവൾ സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്, ഭർത്താവിനെ മറക്കുകയാണ്. എന്റെ ഭർത്താവ് എനിക്കൊന്നും തന്നെ നൽകുന്നില്ല എന്ന് അവൾ അവകാശം ഉന്നയിക്കുകയാണ്. കഥയല്ലത്, ജീവിതത്തിൽ പോയി കേസ് കൊടുക്കുകയാണ്. അവൾ ഭർത്താവിനെ വിളിച്ച് ക്രൂശിക്കുകയാണ്. പല രീതിയിലും പലരോടും പോയിട്ട് പറയുകയാണ്, പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കണം. അതിനെക്കുറിച്ചല്ല കുമ്മനം ഉസ്താദ് പറയുന്നത്. ചെറിയ നിസാരമായ പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബവുമില്ല, ഒരു ചെറിയ പിണക്കം പോലും ഇല്ലാത്ത ഒരു കുടുംബവുമില്ല. പക്ഷേ ആ പിണക്കങ്ങൾ വലിയ വലിയ പിണക്കത്തിലേക്ക് കൊണ്ടുപോയി പർവ്വതീകരിച്ച് പ്രശ്നം വലുതാക്കി കൊണ്ടുവന്ന കോടതി മുറിയിലേക്ക് എത്തിക്കുന്നവരെ, അവസാനം ത്വലാഖിലേക്ക് കൊണ്ടെത്തിക്കുന്നവരെ, എത്രയോ കേസുകളാണ് മഹല്ലുകളിൽ കെട്ടിക്കിടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വന്തം ഭർത്താവിന്റെ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റൊരു കാമുകനുമായി പ്രണയത്തിലകപ്പെട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്ന പെങ്ങളെ, തഖറുജു മിൻ ബൈതിഹാ തജറു ദൈനഹാ, അവൾ കറങ്ങി നടക്കുകയാണ്, കറങ്ങി നടക്കുകയാണ്. ഈ ദുനിയാവിൽ അവൾ പോകാത്ത പാർക്കുകളില്ല, അവൾ പോകാത്ത മാളുകളില്ല, അവർ കറങ്ങി നടക്കാത്തതാകുന്ന സ്ഥലങ്ങളില്ല. എല്ലാ സ്ഥലത്തും കറങ്ങി നടക്കുകയാണ്. ഒരൊറ്റ വാക്ക് മാത്രമാണ് അവൾക്ക് പറയാനുള്ളത്, തസ്തകീ അൻ സൗജിഹാ, അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയുകയാണ്. ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പെങ്ങളെ, ചിന്തിക്കണേ, ചിന്തിക്കണേ. നിന്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചത്, നിന്റെ ജീവിതത്തിന് വേണ്ടി പ്രവാസ ജീവിതത്തിലേക്ക് പോയി ജീവിതം മുഴുവനും ത്യജിച്ചത്, നിന്റെ മക്കൾ കന്നമോട്ടാണ് നിനക്ക് ഭക്ഷണം നൽകാൻ, നിനക്ക് വസ്ത്രം നൽകാൻ, നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി വീട് വെക്കാൻ, നിന്റെ സഹോദരിയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ, എന്തൊക്കെ കാര്യത്തിന് വേണ്ടി പ്രയാസം അനുഭവിച്ച പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവിന് അവസാനമായി പുറം കാലുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് എന്റെ ഭർത്താവ് എനിക്കൊന്നും ചെയ്തില്ല എന്ന് പറയുന്ന പെങ്ങളെ, അത്തരത്തിലുള്ള സഹോദരിയെ എനിക്ക് കണ്ണിൽ കാണേണ്ടതില്ല, എനിക്ക് അവളോട് ദേഷ്യമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണിത് പറഞ്ഞത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്നീല ഉബ്ഗദുൽ മർഅ, ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ്. അവള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അയൽവക്കക്കാരോടൊക്കെ പറയാ, ഓ നമ്മളെ കാക്ക ഒരു ഗുണമില്ല എന്ന് പറഞ്ഞടക്ക ഒക്കെ സമൂഹത്തിലുണ്ട്. ഇനി ഉണ്ട്, ഭർത്താവ് അല്പം ബുദ്ധിമുട്ടാണ്, നമുക്ക് കാര്യങ്ങളൊന്നും നൽകുന്നില്ല. നമ്മൾ ഈ അയൽവാസികളോടും വാട്സാപ്പിൽ കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പറയേണ്ടത് റബ്ബിനോട് പറ. നീ നിസ്കരിച്ചിട്ട് പാതിരാത്രി സമയത്ത് നിസ്കരിച്ച് തഹജ്ജുദ് നമസ്കരിച്ച് ഇബാദത്ത് എടുത്തിട്ട് റബ്ബിനോട് പറ, അല്ലാഹ് നീ എന്നെ രക്ഷിക്കണേ റഹ്മാനെ. ഈ കുടുക്കി കൊണ്ടുവന്ന് അയവാന്റെ അടുത്താണല്ലോ കെട്ടിച്ചത്, അയവാൻ എന്ന് പറയണ്ട, ഈ പാവപ്പെട്ടവന്റെ അടുക്കലാണല്ലോ കൊണ്ടുവന്ന് കെട്ടിച്ചത്. അല്ലാഹു നീ എന്നെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ എന്ന് പറഞ്ഞത് ആരൊക്കെ? റബ്ബിനോട് പറയാ. നമ്മളത് ചെയ്യൂല. നമ്മൾ കൂട്ടുകാരികൾക്ക് അയച്ചു കൊടുക്കുക, എന്നോട് ഈ ചമ്മന്തിയാ, നിനക്കെന്താ? എനിക്ക് കുഴിമന്തിയാ. ഒന്ന് ചമ്മന്തി മറ്റൊന്ന് കുഴിമന്തി. ഇതാണ് നമ്മുടെ അവസ്ഥ. അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പിൽ അയക്കുക, എന്നിട്ട് ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുക, കഥ പറയും. ഇതൊക്കെയാണ് ഇന്നത്തെ ഗ്രൂപ്പ്, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ചർച്ചകൾ. ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ തിരിച്ചിട്ട് അവിടെ ഇവിടെ വെക്കുന്ന ഭക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഭർത്താവ് വിട്ടു കൊടുക്കുന്ന ഡ്രസ്സ് പറഞ്ഞത് ഇതാണ് നമുക്കിന്ന് ഇടാനുള്ളത്. ഓരോ കല്യാണത്തിനും പുതിയ പുതിയ ഡ്രസ്സ് വേണമെന്ന് വാദിച്ചാൽ എങ്ങനെ ശരിയാകുക? എല്ലാ ആഴ്ചയും കല്യാണങ്ങളുള്ളതല്ലേ? ചിന്തിച്ചു നോക്ക്. കുടുംബമായി കഴിയുന്നവർക്ക് അതിന്റെ ചെലവുകളും ചുറ്റുവട്ടങ്ങളും അറിയാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിലും ഉള്ളതുകൊണ്ട് പിടിച്ച് മിതത്വം കാണിച്ചാൽ അള്ളാഹു ബർക്കത്തിയും, ഒരു വ്യക്തി ദുർവ്യയം കാണിച്ചാൽ അവനെ അള്ളാഹു ഫഖീറാക്കും, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കണം. എല്ലാത്തിനും വില കൂടാ, പെട്രോളിന് വില കൂടി, ഡീസലിന് വില കൂടി, ആകെ ഇടങ്ങേറാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയാണ്? ഒരു സാധാരണക്കാര് നോർമൽ ജീവിക്കുന്നവൻ എങ്ങനെ ജീവിക്കും? ഇനി അങ്ങോട്ട് പ്രയാസമാണ്. അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വിഷയത്തിലും നിന്റെ വിഷയത്തിലും നിന്റെ മക്കളുടെ വിഷയത്തിലുമൊക്കെ ഒരു മിതത്വം കാണിക്കാൻ. മക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാപ്പാക്ക് കിൻഡർജോയ് എന്ന് പറയും. എല്ലാ ദിവസവും കിൻഡർജോയ് വാങ്ങിച്ച് നീ അല്ലണ്ട. മനസ്സിലായില്ലേ? കിൻഡർജോയ് അറിയത്തില്ലേ? ശരിമിക്ക മനസ്സിലായില്ലേ? 40 രൂപ വിലയുള്ളൂ.
വളരെ ലൈറ്റായിട്ട് ചെറിയ സാധനം, കളി സാധനം. ഇപ്പോഴത്തെ പിള്ളേർ ആവശ്യപ്പെടുന്ന അതൊക്കെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും വാപ്പ 2 പാക്കറ്റ് ലേസ് വന്നേക്കണേ. ഇത് ഡെയിലി വാങ്ങിച്ച് ലേസും വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ലേസുമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കേണ്ടി വരും ലാസ്റ്റ്. അതുകൊണ്ട് മക്കൾക്കൊക്കെ മിതത്വം കാലിക്കുക. ഈ ലേസും അത്തരത്തിലുള്ള ക്രീമും ഐസ്ക്രീമും മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. അതൊക്കെ ഒരു മാസത്തിലൊന്നാക്കുക. ഡെയിലി അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് ശീലിപ്പിക്കാൻ പാടില്ല. വീട്ടിലേക്ക് എല്ലാ ദിവസവും വൈകിട്ട് വരുമ്പോഴത്തേക്കും 55 രൂപയുടെ കടല ഒരു കിറ്റിലാക്കിയിട്ട് റാഹത്തായിട്ട് അങ്ങനെ നമ്മൾ ശീലിക്കണ്ട. നമ്മൾ കുറേ മിതത്വം വരണം ജീവിതത്തിൽ. എല്ലാ ദിവസവും വൈകിട്ട് വരുമ്പോഴത്തേക്കും പൊറോട്ടയും ബീഫും കൊണ്ടുവരിക. മിതത്വം പാലിക്കുക. മാസത്തിലൊന്ന് നമ്മൾ കൊണ്ടുപോകണം. വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ഫാമിലി റൂമിൽ മാറിയിരുന്ന് റാഹത്തായ നിലയിൽ നല്ലൊരു ഭക്ഷണം കഴിച്ചു. മീഡിയം നിലയ്ക്കുള്ള നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിച്ചു. ആയിക്കോട്ടെ, അത് വിഷയമില്ല. അത് അനുവദിക്കുന്നതാണ്. അങ്ങനെ പോകണം. ഇടയ്ക്ക് നമ്മളൊരു ഔട്ടിങ്ങിന് പോകണം. ഇടയ്ക്കൊന്ന് പോകണം. കടപ്പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ആ 10 പുരുഷന്മാരും ഒന്നും ഇല്ലാത്ത ഒരു ഭാഗത്ത് കുറച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതിനൊന്നും ദീന് നമ്മളെതിര് പറയുന്നില്ല, അതിനൊന്നും എതിരല്ല. കൂടിക്കലരിലും പാട്ടും ഉത്സവവും മറ്റു വിഷയങ്ങളാണ് ശറഅ അനുവദിക്കാത്തത്. കടപ്പുറത്ത് പോകരുതേ എന്ന് ഇവിടെ ആരും പറയുന്നില്ല, പൊയ്ക്കോ. പക്ഷെ അതിനനുസരിച്ചുള്ള രീതിയിൽ ശരീരത്തിന്റെ നഗ്നതകൾ മറച്ചിട്ട് മറ്റുള്ള പുരുഷന്മാർ കാണാത്ത രീതിയിൽ ഒരു ഭാഗത്ത് ഒതുങ്ങി ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് കടലിന്റെ ആസ്വാദത കണ്ടിട്ട് കുറച്ചവിടെ ഇരുന്ന് പടച്ചവൻ ഇതൊക്കെ നീ സൃഷ്ടിച്ചല്ലോ, സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര ഒരു പ്രതിഭാസമാണ്. ഇതിങ്ങോട്ട് ഇന്നാളൊന്ന് കയറിയപ്പോഴാണല്ലോ നമ്മുടെ വീടും പരിസരവും ഒക്കെ നഷ്ടപ്പെട്ടു പോയത്. ഇതൊന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ എന്നുള്ളതൊക്കെ ചിന്തിച്ച് നമ്മൾ കുറച്ചേരോടെ ഫിക്റിലായിരുന്നിട്ട് അതിനു മുമ്പ് തന്നെ വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരും. പുരുഷന്മാര് പള്ളിയിലേക്ക് പോകും. അതൊക്കെ ചെയ്യാൻ ദീൻ അംഗീകരിച്ചതാണ്. അല്ലെ തന്നെ ജീവിതത്തിൽ സന്തോഷം വേണം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓട്ട മത്സരം നടത്തിയിട്ടില്ലേ? ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിലില്ലേ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി ഓടി. അന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോറ്റുപോയി. ആയിഷ ബീബി ജയിച്ചു. ഓട്ട മത്സരം നടത്താം അവരുടെ വീടിന്റെ ഉള്ളിൽ. നമുക്ക് സ്വല്പം പറമ്പുണ്ട് എങ്കിൽ സ്വല്പം സൗകര്യം ഉണ്ടെങ്കിൽ നടത്തിക്കോ. വീട്ടിനുള്ളിലാണ്, റോഡിൽ കൂടെ കിടന്ന് ഉറങ്ങരുത്. ആ ഭ്രാന്താന്ന് പറയും അവർക്ക്. ചങ്ങലക്കിടങ്ങിന്റെ അവസ്ഥ വന്ന് കെട്ടിയവനും കെട്ടിയോളും ഓടിക്കൊണ്ട് പുറക്കാട് അങ്ങാടി കൂടെ ഓടുകയാണ്. പഴവങ്ങാടി വരെ ഓടിയിട്ട് തിരിച്ചു വരിക. മാരത്തൺ മത്സരം അത് വേണ്ട. നമുക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ചെറിയോ അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതൊക്കെ ഭാര്യയുമായി നടത്തുന്നതിനൊന്നും വിഷയമൊന്നുമില്ല. വിസലതാരിസ്മതകൾ ശരിയാണ്. ചിന്തിക്കണം, നബിതങ്ങൾ ഇതിനൊക്കെ സമയം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ആ ഭാര്യയുടെ സന്തോഷം അവരുടെ മനസ്സിന് കുളിർമ. നമുക്ക് സമയമില്ല. നമ്മൾ വീട്ടിൽ ചെല്ലാം, മൊബൈൽ എടുക്കുക, വാട്സാപ്പ് നോക്കുക, ഫേസ്ബുക്ക് നോക്കുക. ഒരു പെണ്ണ് പണ്ടെന്തോ പറഞ്ഞ പോലെ ഈ മൊബൈലിനോടുള്ള സ്നേഹം എൻ്റെ ഭർത്താവിന് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടേനെ എന്ന് പറഞ്ഞു. കറക്റ്റാണ്. കാരണം ഈ വീട്ടിൽ ചെല്ലുക, മൊബൈൽ എടുത്ത് വെച്ചിട്ട് അവള് പറയുന്നതൊക്കെ പറഞ്ഞു എന്ന് പറയും, മൊബൈൽ വെട്ടിയിരിക്കും. ഇങ്ങനത്തെ ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഓട്ട മത്സരത്തിൽ തോറ്റു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇതൊരു കടം വെച്ചിരിക്കുക. പിന്നീട് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ വിളിച്ചു, ബാ, അന്ന് എനിക്ക് ക്ഷീണമായിരുന്നു, ബാ ഇന്ന് നമുക്കൊന്ന് ഓട്ട മത്സരം നടത്താം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയിച്ചു. ഇതൊക്കെ ചിന്തിക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളാ. ചിന്തിച്ചു നോക്കുക. നമുക്കിടയിൽ ഇങ്ങനെ വല്ല സംഭവം നടന്നിട്ടുണ്ടോ? ഓട്ട മത്സരം വേണ്ട, അവളെ നോക്കി ഒരു 10 മിനിറ്റ് മുഖത്ത് നോക്കി നമ്മൾ സംസാരിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? കല്യാണത്തിന്റെ ആദ്യ സമയങ്ങളിൽ അവൾ വരുന്ന മിസ് കോളുകൾ അവൾ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കും. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 2-3 ആഴ്ചകൾ, അത് കഴിഞ്ഞാൽ ആ കോളുകൾ വരുമ്പോൾ കട്ട് ചെയ്യും. 100 പ്രാവശ്യം വിളിച്ചാലും കട്ട് ചെയ്തും അവസാനം എടുത്തിട്ട് ചീത്ത വിളിച്ചിട്ട് വെക്കുന്ന ഒരു സാഹചര്യം. ഇനിയിപ്പോ തിരക്കിലാണെന്ന് പറയുന്നത്. എന്താ ഇത്ര തിരക്ക്? ഈ തിരക്ക് 3 കൊല്ലം മുമ്പ് കല്യാണം കഴിഞ്ഞ സമയത്ത് നീ ഭയങ്കര സംഭവമായിരുന്നു. അങ്ങോട്ട് വർത്തമാനമായിരുന്നു, അവൾ വെക്കാൻ സമ്മതിക്കൂല, നീ അങ്ങോട്ട് വർത്തമാനം പറഞ്ഞിരിക്കും. അപ്പോൾ കുടുംബ പശ്ചാത്തലമാകുമ്പോൾ കുറച്ച് സ്നേഹം അങ്ങോട്ടുണ്ടാകണം. മക്കളെയും സ്നേഹിക്കണം, അവരെ തീരെ അവഗണിക്കാൻ പാടില്ല. എപ്പോഴും കൊച്ചുമക്കൾക്ക് എന്തെങ്കിലും നമ്മൾ നൽകണം. നമ്മൾ വീട്ടിലേക്ക് ചെന്നു, ഒന്നും നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ല, ഒരു ചുംബനമെങ്കിലും നമ്മൾ കൊടുക്കട്ടെ. മക്കളെ ചേർത്ത് നിർത്തി അതെന്തായാലും കൊടുക്കാം. ചുണ്ടുള്ള കാലത്തോളം റാഹത്തായ നിലക്ക് ചുംബിക്കാൻ പറ്റും. ചേർത്ത് പിടിച്ച് നല്ല പുഞ്ചിരിയോടുകൂടി ഒരു ചുംബനം കൊടുക്കുക. അപ്പൊ അത് ശീലമാവും. മക്കൾ നമ്മൾ ചെല്ലുമ്പോൾ ഓടി വരും ഉപ്പാടാ മുത്തം കിട്ടാൻ വേണ്ടി. നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ലൈസ വാങ്ങുന്നെങ്കിൽ മക്കൾ ലൈസ ചോദിക്കുള്ളൂ. ലൈസ കൊണ്ടുവരാത്ത ദിവസം പോന്നിരിച്ചിരിക്കും. അത് വല്ലപ്പോഴും നമ്മൾ കൊടുക്കുന്നതല്ലാതെ അതെന്തെങ്കിലും ഒരു പാട്ട് പഠിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ട് ഒരു പാട്ട് പാടി, അപ്പൊ അതിനൊരു സന്തോഷം വരുന്ന, നാളെ നിനക്ക് ഞാൻ ഒരു കിക്കാറ്റ് വാങ്ങിച്ചു തരാം, മഞ്ച് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സന്തോഷം. അപ്പൊ കുട്ടിക്ക് വീണ്ടും പഠിക്കാനും ദീൻ പഠിക്കാനും ഖുർആൻ പഠിക്കാനും ഫാത്തിഹ പഠിക്കാനും പാട്ട് പഠിക്കാനും ദീനിന്റെ വിഷയങ്ങൾ പഠിക്കാനും ഒക്കെ അവൾക്ക് താല്പര്യം ഉണ്ടാകും എന്നുള്ള പ്രചോദനം കൊടുക്കലല്ലാതെ
അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദര സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ വിഷയത്തിലും ദൂർത്തൊഴിവാക്കണം. കാരണം കാലഘട്ടം അത്രമേൽ വളരെ പ്രയാസമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. മുഴുവൻ സഹോദര സഹോദരിമാരോട് എനിക്ക് ആകെ നൽകാനുള്ള ഒരു ഉപദേശം അതാണ്. നമ്മുടെ വസ്ത്രവിധാനത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ നാനാ തുറകളിലും ഇനി അങ്ങോട്ട് ഒരു മിതത്വം, ഒരു പിടുത്തം ഉണ്ടായിക്കോട്ടെ, ഒരു അല്പം പിടുത്തം ഉണ്ടായിക്കോട്ടെ.